ധ്യാനിപ്പാൻ കർത്താവ് ഇങ്ങനൊരു നിയോഗം നൽകി, അവസരം നൽകി, കർത്താവിൻ്റെ വചനം നൽകി. അതായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലും ദൈവവചനം ധ്യാനിപ്പാൻ പകൽ സമയങ്ങളിലൊക്കെ ഒരുപാട് സമയം ലഭിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അത് വലിയ അനുഗ്രഹമായി ഈ ദിവസങ്ങൾ മാറുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദേശത്തേക്ക് പോകുമ്പോഴും ഒരു സഭയിലേക്ക് വരുമ്പോഴും ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ വിലമതിക്കുന്നത് ഒരു ആലോചന പ്രാപിച്ചിട്ട് വേണം ശുശ്രൂഷിക്കുക എന്നുള്ളത് എനിക്ക് വലിയ ദാഹമുള്ള കാര്യമാണ്. ഷെൽഫിൽ നിന്ന് പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗത്തിൽ നിന്ന് ഒന്ന് അടർത്തിയെടുത്തിട്ട് 3 അല്ല 7 ദിവസം നമുക്ക് പറയാം. പക്ഷേ അതിനകത്തും ദൈവം പ്രവർത്തിക്കുമായിരിക്കും. ദൈവത്തിൻ്റെ വചനം മാറുന്നില്ലല്ലോ. എന്നാൽ ഒരു സഭയ്ക്ക് വേണ്ടി ആ സമയത്തേക്ക് വേണ്ടിയുള്ള ഒരാലോചന എന്ന് പറയുന്നത് അത് വിലമതിക്കാനാകാത്തൊരനുഭവമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിന് നിങ്ങളോട് സംസാരിക്കുവാനുള്ള ആ പ്രധാന ശബ്ദമായി എന്നെ ഒരു പോസ്റ്റ്മാനായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 10, 11, 12, 13 വാക്യങ്ങളാണ് ആത്മഭാരമായി എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ആ വേദഭാഗങ്ങൾ. ഇതിനോടകം നിങ്ങളെല്ലാവരും ഒന്നിലധികം പ്രാവശ്യം ആ വാക്യഭാഗം വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. ബൈബിൾ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. ആളുകൾ നമ്മൾ ഇപ്പോഴും വരുന്നതേ ഉള്ളൂ, അവർ വരട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അല്ല, കഴിഞ്ഞ 2 ദിവസം വന്നെങ്കിൽ അതും കുഴപ്പമില്ല. എന്തായി ചിന്തിച്ച് വന്നത് എന്നതിൻ്റെ ഒരു സംക്ഷിപ്തം ഞാൻ വേഗത്തിൽ പറഞ്ഞിട്ട് ഇന്നത്തെ പ്രധാനമായ പാഠത്തിലേക്ക് പ്രവേശിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒടുവിൽ കർത്താവിലും. അറിയാവുന്നവർ എന്നോട് ചേർന്ന് പറഞ്ഞോ, നോക്കി വായിക്കണമെന്നില്ല, അറിയാവുന്നവർ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം. ഒടുവിൽ കർത്താവിനും അവൻ്റെ അമിത ബലത്തിനും ശക്തിപ്പെടുവീൻ. അടുത്ത വാക്യം പറയുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. അടുത്ത വാക്യം പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. അടുത്ത വാക്യം പ്രധാന വാക്യമാണ്. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും എല്ലാം സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക എന്നല്ല, എടുത്തുകൊള്ളുക. 11-ാമത്തെ വാക്യത്തിൽ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക എന്ന് പറയുന്നു, ഇവിടെ പറയുന്നു സർവായുധ വർഗം എടുത്തുകൊള്ളുക. എന്താ ചിന്തിച്ച് വന്നതിൻ്റെ പ്രധാന പ്രമേയമെന്ന് ചോദിച്ചാൽ, നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷമെന്ന് പറയുന്നത്, സഭയെന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് വളരെ വ്യത്യാസമായാണ് മനസ്സിലാക്കി ജനങ്ങൾ പോകുന്നത്. ഉദാഹരണം ഞാൻ പറയാം. ഒരു രോഗസൗഖ്യ നിമിത്തമോ അല്ലെങ്കിൽ ഒരു കടഭാര നിമിത്തമോ മറ്റങ്ങനെയുള്ള അനുഭവങ്ങൾ കൊണ്ടാണ് പലരും പെന്തക്കോസ്റ്റൽ മാർഗത്തിൽ വരാൻ മുഖാന്തരമായത്. എൻ്റെ വല്യപ്പച്ചനും ഒരു കടഭാരത്തിന് നടുവിലാണ് സുവിശേഷം കേട്ട് തൻ്റെ ഉള്ളം തുറന്നതും വേർപെട്ട അനുഭവത്തിൽ വന്നതും. നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, സാധാരണ ഒരു ആവറേജ് ബിലീവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, സുവിശേഷം എന്തെന്ന് ചോദിച്ചാൽ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി ദൈവം എന്നെ എല്ലാവരുടെ നടുവിൽ നിന്നും തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊരാശയമാണ് വന്നിരിക്കുന്നത്. ഇപ്പം അയിരൂർ ദേശത്തിൽ നിന്നും എൻ്റെ പിതാവ് വല്യപ്പച്ചൻ ഇറങ്ങി. അപ്പം എൻ്റെ മനസ്സിൽ കൊച്ചിലെ മുതലേ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ വരുന്നത്, നിന്റെ മേലൊരു വലിയ തെരഞ്ഞെടുപ്പുണ്ട്, സുവിശേഷം നിന്റെ കുടുംബത്തെ തെരഞ്ഞെടുത്തു. അതിന് അർത്ഥം ഇനി സാമ്പത്തിക സാമൂഹിക ഒരു ഉന്നമനം എൻ്റെ ഭവനത്തിൽ ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ദൈവം തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അയിരൂക്കൂടെ എൻ്റെ വാഹനം പോകുമ്പോൾ എല്ലാവരും നോക്കും, ഒയ്യോ യേശുവിനെ അറിഞ്ഞതുകൊണ്ടല്ലേ ഇവൻ ഈ ഒരു നിലയിലായത്. എൻ്റെ ഭവനം അവിടെ പൊങ്ങുമ്പോൾ, മതിൽ കെട്ടുമ്പോൾ ലോകക്കാരെല്ലാം അയ്യോ എന്തോ ഒരു അവസ്ഥയിലായിരുന്നു ഇവർ, യേശുവിനെ അറിഞ്ഞുകൊണ്ടല്ലേ ഇവരിങ്ങനെ ആയത്. ഇതാണ് 10-ൽ 8 പേരുടെയും മനസ്സിൽ. സുവിശേഷം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നല്ലൊരു ജീവിതം എനിക്ക് ഈ ലോകത്തിൽ തരുന്നു, മാത്രമല്ല മരിച്ചു കഴിയുമ്പോൾ നിത്യതയിലും പോവാം. ഒരു നല്ല ഡീലാണത്.
ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരാൾ എന്നോട് ചോദിച്ചത് മൂവാറ്റുപുഴ വെച്ച് നല്ല ബെനിഫിറ്റ് ഉണ്ടായിരിക്കുമല്ലേ, ഓർത്തഡോക്സിൽ നിന്ന് നിങ്ങൾ ബെന്തിക്കോസ് വന്നതിൻ്റെ അർത്ഥം നല്ല ബെനിഫിറ്റ് ഉണ്ടായിരിക്കുമല്ലോ. ആ സൺഡേ സ്കൂളിൽ, ഞാനിത് പല ആവർത്തി പലയിടത്ത് പറഞ്ഞതാണ്, എന്നാലും എപ്പോഴും എന്നെ ആ ലളിതമായി സന്ദേശം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഉദാഹരണം ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ഒന്നുകൂടെ ഞാൻ പറയാം. ധനവാന്റെയും ലാസറിൻ്റെയും ആ പാരബിൾ, അത് പാരബിൾ റിയൽ സ്റ്റോറി ആയിരിക്കും, കാരണം പേരവിടെ ഉണ്ട്, ലാസർ എന്നുള്ള പേരുണ്ട്. സൺഡേ സ്കൂൾ ടീച്ചർ പഠിപ്പിക്കുകയാണ്, 4 പേരിരിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചർ പഠിപ്പിക്കുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാണ്. ധനവാൻ എല്ലാം ഉണ്ടായിരുന്നു, ലാസർ ചൊറു പിടിച്ച് കിടക്കുകയായിരുന്നു. അവസാനം മരണം എല്ലാവർക്കും ഒരുപോലെയാണ്, ദ ഗ്രേറ്റ് ഈക്വലൈസറാണ് മരണം. ഇത് കഴിഞ്ഞപ്പോൾ ലാസർ തേണ്ട അബ്രഹാമിന്റെ മടിയിൽ, ധനവാൻ തേണ്ട നരകത്തിന്റെ യാതനയിൽ. 9:30 ബെല്ലടിക്കാറായി, പാസ്റ്റർ വന്ദനമേശുവര തുടങ്ങുന്ന സമയം. ടീച്ചർ പറഞ്ഞു, നൗ വി ഹാവ് ടു ക്ലോസ്. നിങ്ങൾക്ക് ആരെ പോലെ ആകണം? ധനവാനെ പോലെ ആകണോ, ലാസറിനെ പോലെ ആകണോ? 4 സ്റ്റുഡൻസാണ് ഉള്ളത്. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അസ്വസ്ഥതയായി. പിന്നെയും ടീച്ചർ പറഞ്ഞു, കം ഓൺ ഫാസ്റ്റ്, വി ഹാവ് ടു ഗോ ഫോർ ദ സർവീസ്. whom you want to become? You want to become Lazarus or rich man? അതിനകത്ത് ഏറ്റവും മിടുക്കനായ സൺഡേ സ്കൂൾ വിദ്യാർത്ഥി പറഞ്ഞത്, when I am in this world, I want to be like a rich man. When I die, I want to be like Lazarus. ഇതാണ് പോപ്പുലർ പെന്റിക്കോസ്റ്റൽ വേദശാസ്ത്രം. ആ കുഞ്ഞു പറഞ്ഞതാണ് വേദശാസ്ത്രം. ഈ ലോകത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നന്മ മാത്രമേ, തിന്മ തൊടുകയില്ല, എൻ്റെ യാത്രയിൽ ഖേദം വരികയില്ല. ഖേദം വരാത്ത, ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത, നിരാശയില്ലാത്ത ജീവിതം ഇന്ന്. മരിച്ചു കഴിയുമ്പോൾ നരകവും ഇല്ലാത്ത നല്ല നിത്യത. ഇതാർക്കാ വേണ്ടാത്തത്? പക്ഷെ ഞാൻ സുവിശേഷങ്ങൾ നോക്കുമ്പോൾ യേശുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ അല്ലായിരുന്നു. യേശു എല്ലാവരോടും തിരിഞ്ഞു പറഞ്ഞത്, എൻ്റെ പുറകെ വരാൻ ഇച്ഛിച്ച നിങ്ങൾ തന്നെത്താൻ ത്യജിക്കണം. ഡിനൈ യുവർ സെൽഫ്. യുവർ ഡ്രീം ഹാസ് നോ പ്ലേസ്, യുവർ അംബിഷൻ ഹാസ് നോ പ്ലേസ്. ഡിനൈ യുവർ സെൽഫ്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ. ടേക്ക് അപ്പ് ദ ക്രോസ് എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പം ഞാൻ പറയാണ് പ്രിൻസിപ്പാളെ കസാര ഒന്ന് കൊണ്ടുവരണേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഞാൻ ഇരിക്കാൻ പോവാ, എന്തോ സംഭവിച്ചു. 1-ാം നൂറ്റാണ്ടിൽ ടേക്ക് അപ്പ് ദ ക്രോസ് എന്ന് പറഞ്ഞാൽ 2 അർത്ഥങ്ങളില്ല അതിന്. ഒരർത്ഥമേ ഉള്ളൂ, ചാകാൻ തയ്യാറായേ ഈ ക്രൂശ് എടുത്തോണ്ട് എൻ്റെ പുറകെ വരാവൂ. അത് ആലങ്കാരികം മാത്രമല്ല, അത് സിംബോളിക്ക് മാത്രമല്ല. യേശുവിൻ്റെ പിറകെ വന്ന എല്ലാവർക്കും, അമ്മ മുതൽ എല്ലാവർക്കും ലാഭമല്ല ഉണ്ടായത്, വലിയ നഷ്ടം ഉണ്ടായി. ഉണ്ടായോ ഇല്ലയോ? നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളും സുവിശേഷങ്ങളും ക്രമമായി വായിച്ചു കഴിഞ്ഞാൽ plain, the message is plain, the message is clear. Jesus is not calling anybody for a good, better life now. He is calling people, come, my kingdom is very different. You have to repent, change your mind about world, change your mind about success, then come and follow me. Then you will reign with me one day. But in this world, you will have troubles more than me. If they have done it to me, you will get more than this. ഇതാ യേശു പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസും പറഞ്ഞത് ഇതാണ്, you will have suffering in this world, you will reign with him one day. ഒരിക്കൽ നിങ്ങൾ യേശുവിനോട് കൂടെ വാഴും, പക്ഷെ ഇന്ന് വാഴുകയല്ല. ഇന്നെന്താ? ഇന്ന് അവനോടുകൂടെ സഹിച്ചാൽ അന്ന് കൂടെ വാഴാം. പക്ഷേ ഞാൻ പിന്നെയും പറയുന്നു, അടിസ്ഥാനം തന്നെ തെറ്റി. അടിസ്ഥാനം തന്നെ എനിക്ക് ലാഭം, എനിക്ക് സകല ദുഃഖവും മറക്കാൻ ഞാൻ യേശുവിൻ്റെ അടുക്ക് വരുന്നു, ഉപവാസ പ്രാർത്ഥനയും എനിക്ക് നേട്ടത്തിന്, ഇനി നിത്യതയും എനിക്ക് വേണം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വേദഭാഗങ്ങളുടെ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ എൻ്റെ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. 3-ാം ദിവസമാണ്, പക്ഷെ എത്രമാത്രം ഇത് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും എഴുതി തന്നായിരുന്നെങ്കിലും എങ്ങനെ ഇത് ഉള്ളിലേക്ക് കടത്താം, പരിശുദ്ധാത്മാവിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. ഞാൻ എൻ്റെ ബലഹീനമായ ആ വാക്കുകളിലും പരിമിതികളിലും നിന്നുകൊണ്ടാണ് ഈ ആശയങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ആദ്യത്തെ ദിവസം ചിന്തിച്ചത് 3 വിവരണങ്ങൾ, ഈ ആത്മീക യുദ്ധത്തോടുള്ള ബന്ധത്തിൽ 3 വിവരണങ്ങൾ പൗലോസ് ആ 10 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം,
ഈ നമ്മുടെ എനിമി എന്ന് പറയുന്നത് സാധാരണ ആളല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരാൾ നേരിടാൻ പോകുന്ന യുദ്ധം, അത് തന്നെ ഇന്നത്തെ വേദശാസ്ത്രത്തിൽ വിപരീതമായി. യേശു എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നല്ല വിശാല ഒരു വഴി തുറന്നിട്ടിട്ടുണ്ട്, ഞാൻ യേശുവിൻ്റെ കയ്യെ പിടിച്ചോണ്ട് അങ്ങ് പോവാണ് എന്നൊരാശയമാണ് സാധാരണ ഒരു വ്യക്തിക്ക് വരുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു വലിയ ബാറ്റിൽ ഉണ്ട്. ആർക്കാ ഉള്ള? രക്ഷിക്കപ്പെടാത്തവർക്കുണ്ടോ ബാറ്റിൽ? അവർ സാധാരണ പോലെ ജീവിക്കുകയാണ്. അവരെ പിശാച് എന്തേലും എതിർക്കാൻ നിൽക്കുമോ? അവൻ്റെ രാജ്യത്തിലാണ്. കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്സിൽ ജീവിക്കുന്ന ആള് മദ്യപിക്കുന്നു, വെറുക്കൂത്ത് കാണിക്കുന്നു, കള്ളസാക്ഷ്യം പറയുന്നു, ആളിനൊന്നും പറ്റുന്നില്ല. ആള് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതല്ലേ നമ്മുടെ നാട്ടിലും എല്ലായിടവും കാണുന്നേ. ഈ അടി കിട്ടുന്നതും വേദന കിട്ടുന്നതും നല്ല ശതമാനം നിഷ്കളങ്കർക്കാണ്. അത് പുസ്തകത്തിൻ്റെ പ്രിൻസിപ്പിൾ തെറ്റുന്നില്ല, അതിനെ അഫേം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് രക്ഷിക്കപ്പെട്ട ഒരാൾ, ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു 80% ആൾക്കാരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണ്. കുഞ്ഞുങ്ങളിൽ ചിലർ മാത്രമേ ഉള്ളൂ സ്നാനപ്പെടാത്തവരായി കാണുകയുള്ളൂ. അവിടെ പറയുന്നത് രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ ഐ ആം ഇൻ എ ബാറ്റിൽ. ഭൗതികത തലയ്ക്ക് പിടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ ബാറ്റിലും എന്തുവാണെന്നറിയാം? എൻ്റെ ജോലിക്കെതിരെ എന്താണ് തടസ്സമുണ്ട്, എൻ്റെ വണ്ടിക്കെതിരെ ഏതാണ്ട് തടസ്സമുണ്ട്, എൻ്റെ വീട് പണിക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ചില പോരുകളും അതിൻ്റെ അനുഭവങ്ങളും. യുദ്ധമെന്ന് പറയുമ്പോഴേ ചിന്തിക്കുന്നത് ഞാൻ മുമ്പോട്ട് പോകരുത്. എന്തോ മുമ്പോട്ട് പോകരുത്? സാമൂഹിക സാമ്പത്തികമായി മുമ്പോട്ട് പോകരുത്. പക്ഷെ ഇവിടെ വ്യക്തമായി പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അയൽവക്കക്കാരനോടല്ല, കമ്പനിയുടെ ഓണറിനോടല്ല, നമ്മുടെ സൂപ്പർവൈസറിനോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും. ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതി, ഈ എക്സ്പ്ലനേഷൻ എല്ലാം പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, യു ഹാവ് എ സ്പിരിച്വൽ എനിമി, നോട്ട് ഫിസിക്കൽ. എൻ്റെ സാമ്പത്തികത്തിൻ്റെ യുദ്ധമല്ല, എൻ്റെ ആത്മീക സ്പിരിച്വൽ ബാറ്റിലാണിത്. ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടത് ഇത് ഈ ആളിന്, എൻ്റെ സ്പിരിച്വൽ ഒപ്പോണന്റിന് എത്ര ശക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇന്നലെ നമ്മൾ ആ വാക്കൊന്ന് വായിച്ചു. ഈ ലോകത്തിൻ്റെ എന്താ വാക്യം പറയുന്നത്? നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോട് അധികാരങ്ങളോട്. ഈ അന്ധകാരത്തിൻ്റെ അടുത്ത വാക്കെന്താ? ലോക അധിപതി. ആ വാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് ശക്തിയുള്ള ഒരു എനിമിയാണ് എനിക്കുള്ളത്, ലോകത്തിൻ്റെ അധിപതിയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ, എഫെസ്യ ലേഖനം 2:2 ഇതേ പദങ്ങൾ അവിടെ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കിക്കേ. നിങ്ങളിൽ ആരെങ്കിലും എടുത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഉറക്കെ വായിക്കണം. 2:2. അത്രയും മാത്രം നിർത്തിക്കേ. രക്ഷിക്കപ്പെടുന്ന ഒരാള് എന്തോ നോക്കി നടന്നെന്ന എഴുതിയിരിക്കുന്നത്? ഈ ലോകത്തിന്റെ കാലഗതിയെയും അനുസരണക്കേടിന്റെ എന്താ അടുത്ത വാക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? മക്കളിൽ അധിപതി. ആ വാക്ക് കണ്ടോ? അനുസരണക്കേടിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചല്ല പറയുന്നത്. രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജനിക്കാത്ത, സ്നാനപ്പെടാത്തവരെ വിളിക്കുകയാണ് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന അധിപതി, ലോകത്തിന്റെ അധിപതി. ഇതേ വാക്ക് തന്നെയാണ് 6-ാം അധ്യായത്തിൽ സ്പിരിച്വൽ വാർഫെയറിൽ പറയുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോ ഈ ലോക അധിപതിയുടെ പിടിയിൽ നിന്നാണ് ഞാൻ വിടുവിക്കപ്പെട്ടത്. നമ്മൾ പറഞ്ഞില്ലേ, യേശുവേ ഇന്ന് മുതൽ നീ എൻ്റെ കർത്താവാണ്. വാസ്തവത്തിൽ എവിടുന്നാണ് ഞാൻ സൈഡ് മാറിയത്? ഇവിടെ ഒരു വലിയ കിങ്ഡമാണ്, കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്. ഇവിടെ ലോകമാണ് വലുത്, ഇവിടെ സമ്പത്താണ് വലുത്. 2-2 ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ചാണ് ഞാൻ നടന്നത്. ലോകക്കാരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ഈ ലോകത്തിന്റെ ആത്മാവാണ്. രക്ഷിക്കപ്പെട്ട ഒരാൾ പറഞ്ഞു, ലോകം എനിക്കു വേണ്ട, ലോകത്തിൻ ഇമ്പം വേണ്ട. എവിടെ പോണം? ഞാൻ ചാടുക, ഇങ്ങോട്ട് ചാടുക. ഇവിടെ ആരാ? ഇവിടെ കിങ്ഡം ഓഫ് ലൈറ്റ്, അവിടെ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്. ഇവിടെ കിങ്ഡം ഓഫ് ലൈറ്റും ജീസസും ഇവിടെ നിൽക്കുന്നു.
അവിടെ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്, ഡെവിൾ അവിടെ നിൽക്കുന്നു. ഇവിടെ വന്ന ഒരു ബിലീവറിന് വാർഫെയർ ഉള്ളത് ആരോടാന്ന് ചോദിച്ചാൽ, ഈ ശക്തി ഉണ്ടല്ലോ, ഈ ലോകാധിപതി, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആ ആത്മാവ് എന്നെ വിടത്തില്ലെന്ന്. ഞാൻ ഇങ്ങോട്ട് ചാടി, പക്ഷേ ഇദ്ദേഹം എന്നെ പിന്നെയും യുദ്ധത്തിന് വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ദൈവമക്കളെ? രക്ഷിക്കപ്പെടുന്ന ഒരാളുടെ മുമ്പ്, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലിരിക്കുന്ന കർത്താവേ എനിക്കിത് വേണം, എനിക്കത് വേണം. നമ്മൾ ലോകത്തെ നോക്കിയാണ് ഇതെല്ലാം പഠിക്കുന്നത്. ലോകക്കാരുടെ സംസാരം കേട്ടിട്ടാണ് സക്സസ് തന്നെ അളക്കുന്നത്. നല്ല മാന്യതയിൽ വന്നു കേട്ടോ, അച്ഛൻ്റെ വണ്ടി കണ്ടില്ലേ, അച്ഛൻ്റെ വീട് കണ്ടില്ലേ, ഇതെല്ലാം ഇവിടുത്തെ സംസാരമാണ്. ഇവിടുന്ന് നമ്മളെ രക്ഷിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി, വെളിച്ചത്തിന്റെ മക്കളിലാക്കി, ഈ ലോകത്തിന്റെ ആത്മാവിനെ ഉള്ളിൽ നിന്ന് മാറ്റി ഹോളി സ്പിരിറ്റിനെ ഉള്ളിൽ തന്നിട്ട് ഇവിടെ നിൽക്കുക. ഇവിടെ നിൽക്കുമ്പോ പൗലോസ് പറയുക, യു സ്റ്റിൽ ഹാവ് എ വാർഫെയർ. ആരുമായിട്ടാ വാർഫെയർ? ഈ ആത്മാവുണ്ടല്ലോ, ഈ ശക്തി ഉണ്ടല്ലോ, എന്നെ വിടാതെ എൻ്റെ ചെവി പിന്നെ മന്ത്രിക്കും. എടാ, ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? നിനക്ക് നല്ലൊരു ഭാവി വേണ്ടേ? നിനക്ക് നല്ലൊരു കാര്യം വേണ്ടേ? ഈ ലോകത്തിന്റെ ചിന്തയോട് നിനക്കൊരു വാർഫെയർ ഉണ്ടെന്ന്. ആത്മീക യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മീക യുദ്ധം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ഈ ലോകത്തിന്റെ സമ്പ്രദായങ്ങളോട്, ലോകത്തിന്റെ ആത്മാവിനോട്, ലോകത്തിന്റെ ജ്ഞാനത്തോട് എല്ലാ ദിവസവും ഞാനും കുടുംബവും ഭാര്യയും കുഞ്ഞുങ്ങളും പോരാടി ജീവിച്ചില്ലെങ്കിൽ ഇവിടാന്ന് പറയുന്നവർ ഇതുപോലെ ആയിപ്പോവും അവസാനം. ലോകത്തിന് മുമ്പിൽ നമ്മൾ പറയും ഞാൻ രക്ഷിക്കപ്പെട്ട ആളാ, സ്നാനപ്പെട്ട ആളാ, പക്ഷെ നോക്കുമ്പം ആവരണമില്ല. ശരിയാ, സ്നാനപ്പെട്ട് ശരിയാ, പക്ഷെ ആളിൻ്റെ സംസാരം മുഴുവൻ ലോകക്കാരനെ പോലെ, ആളിൻ്റെ രീതികളെല്ലാം ലോകക്കാരനെ പോലെ. ലോകം എന്തിൽ പ്രശംസിക്കുന്നോ, ലോകം എന്തിലാ പ്രശംസിക്കുന്നത്? ലോകം പ്രശംസിക്കുന്നത് വിദ്യാഭ്യാസം, ലോകം പ്രശംസിക്കുന്നത് പണം, ലോകം പ്രശംസിക്കുന്നത് ഈ കാണുന്ന ലോകത്തിലെ എന്തെങ്കിലും കാര്യം. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആടെ വായിലും അത് തന്നെ വരും. അതിനൊരു പാട്ടൂടെ നമുക്ക് കിട്ടും. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. വാ തുറന്ന് പറയുന്നത് മൊത്തം ഈ രാജ്യത്തിലെ വലിയ കാര്യങ്ങളാണ്. ആ രാജ്യത്തിൽ നോക്കുമ്പോൾ ആള് ദരിദ്രനാ. ആ രാജ്യത്തിൽ, യേശുവിൻ്റെ രാജ്യത്തിൽ നോക്കുമ്പോൾ നഗ്നനാണ് ആൾ. ഇതുവരെ ആരോടും സുവിശേഷം പറഞ്ഞിട്ടില്ല, ഇതുവരെ പ്രാർത്ഥിക്കാൻ സമയമെടുത്തിട്ടില്ല, ആത്മാവിൽ നിറഞ്ഞിട്ടില്ല, ഈ ലോകത്തോട് പോരടിച്ചിട്ടില്ല. ഹീ ഈസ് എ പെന്റിക്കോസ്റ്റൽ ബിലീവർ, ബട്ട് ഹീ ഈസ് ജസ്റ്റ് ലൈക്ക് ദ വേൾഡ്. ഇത് നമ്മളെക്കാട്ടിൽ ആർക്ക് തിരിച്ചറിഞ്ഞെന്നറിയാം? ലോകമനുഷ്യന് തിരിച്ചറിഞ്ഞു, നമ്മൾക്ക് തിരിച്ചറിഞ്ഞില്ല. പക്ഷേ നമ്മുടെ അപ്പുറം ഇപ്പുറം താമസിക്കുന്നവർക്ക് മനസ്സിലായി നമ്മൾക്ക് ക്ലെയിമേ ഉള്ളൂ. എന്തുവാ ക്ലെയിം? ഞങ്ങളിപ്പം പറക്കാൻ പോവാ, യേശുവിൻ്റെ വരവ്. എൻ്റെ കസിൻസ് ഈ പെന്തിക്കോസിൽ വളർന്നുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ കൂടും പറയടാ, ആ കർത്താവ് തൻ ഗംഭീരനാദമൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് ഗൂസ് ബംസാ. ശരിയാ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും എല്ലാവരും അങ്ങ്. പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ ഉള്ള ഗൂസ് ബംസേ ഉള്ളൂ. ഈ കർത്താവിൻ്റെ വരവിനായി ഉള്ള ഒരുക്കം ഒന്നും ചെയ്തിട്ടില്ല. ആളിൻ്റെ ജീവിതം കണ്ടാൽ ഇപ്പോൾ ഒന്നും ഇവിടുന്നും പോകാനും പരിപാടി ഇട്ടിട്ടില്ല. പണ്ട് യോഗം കഴിയുമ്പോൾ ആമേൻ കർത്താവേ വേഗം വരണമേ മാറാനാഥ എന്ന് പറയുന്നിടത്ത് ഇപ്പോ ആട്ടെ പിന്നെ കാണാം. കാരണം ഇവിടുന്ന് പോകുന്നൊരു ഉദ്ദേശം തന്നെ ഇല്ല. We are planning for the next 10 years, for the next 50 years. ലോകക്കാരൻ എങ്ങനെ ചിന്തിക്കുന്നോ അതുപോലെ ഞാൻ ചിന്തിക്കുകയാണ്. ലോകത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാ ഞാൻ ദൈവവൈതലാണ്. പക്ഷെ നമ്മുടെ വിവാഹത്തിന് വരുമ്പോ ലോക മനുഷ്യൻ പറയുക ഇവർക്കൊന്നാ പിന്നെ ആഭരണം കൂടെ അങ്ങിടല്ലോ. ലോക മനുഷ്യൻ പറയാ, നമ്മളല്ല പറയുന്നത്, ഞാനല്ല പറയുന്നത്, ലോക മനുഷ്യർ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. പെന്തിക്കോസുകാരായ നമ്മളെ നോക്കി അവർക്ക് പറയാനുള്ളത് ഇവര് ഇങ്ങനൊന്നും അല്ലായിരുന്നു നേരത്തെ, ഇവർക്കൊന്നും ആഭരണം കൂടെ അങ്ങിടല്ലോ. കാരണം ഇവരുടെ വാച്ചും വണ്ടിയും പത്രാസും നമ്മൾ ലോകത്തിൽ കാണിക്കുന്നത് ലോകക്കാരനെ കാട്ടി ഒരു സ്റ്റെപ്പ് അപ്പുറത്ത് കാണിക്കുക. എന്തിനും ചോദിച്ചാൽ
സ്റ്റേജിലോട്ട് കയറി ഇന്നൊരു പൊടി കണ്ണുനീരുമായിട്ട് എനിക്കിതിനൊന്നും അർഹതയില്ല. അവസാനം അത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് യേശു അതിൽ പ്രസാദിച്ചോളൂ അല്ലേ? ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, എൻ്റെ മനസ്സിലിരുന്ന ചിന്ത ഇങ്ങനെയാണ്: ഞാൻ എന്തെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തിലായി ഒരു പൊടി കണ്ണുനീരോടെ ഞാൻ ഇതുവരെ എത്തുവാൻ എന്തുള്ളൂ. ഒരു പാട്ടുണ്ട് അങ്ങനെ, ഞാൻ ദൈവമേ. അത് കേൾക്കുമ്പോൾ എൻ്റെ അയൽവക്കക്കാരും ചാർച്ചക്കാരും എല്ലാം അയ്യോ ജോയെ, എടാ അവൻ്റെ യേശു ആടാ ജീവനുള്ള യേശു എന്ന് എനിക്ക് പറയിപ്പിക്കണം. അപ്പോഴാ വളർന്നു വന്നപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞപ്പോൾ എടാ പെന്തിക്കോസ്കാരൊന്നും എന്താ ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടികയിലൊന്നും ഇല്ലാത്ത. ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയും ഞാൻ നോക്കി, ബ്രിട്ടനിലെ ഏറ്റവും വലിയ ധനികൻ ആരാ? ഒരു ഹൈന്ദവൻ ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലെ ധനവാനെ നോക്കിയപ്പം മോൻ്റെ കല്യാണത്തിന് 5000 കോടി മുടക്കിയിട്ട് ഉള്ള അസറ്റിൻ്റെ 1% ചലിച്ചിട്ടില്ല എന്ന്. ഇത്രയും ഞാൻ പിടിച്ചു വെച്ചു, കെട്ടിവെച്ചു, പോരാടി, ഇതെന്താ നടക്കാത്തേ? അവിടാണ് വചനത്തിൻ്റെ ആ ചിന്തകൾ നമ്മളെ ഈ രാത്രിയിലും അസ്വസ്ഥതപ്പെടുത്തണം. സന്തോഷിച്ചു പോലെ ശരിക്കും നമ്മൾ ആത്മീക ജീവിതത്തിൽ എവിടെ ആയിരിക്കുന്നു എന്ന് കണ്ടുണരുന്ന ദിവസങ്ങളാകട്ടെ ഇത്. ദുർദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രാജ്യത്തിൽ ആക്കപ്പെട്ടവരാണെങ്കിലും ആ വിട്ട രാജ്യം, ആ ലോകം, ലോകത്തിൻ്റെ അധിപതി എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പറയുക, നിന്നെ ഞാൻ എന്നെ പോലാക്കും, നിന്നിൽ ഞാൻ ലോക സംസാരങ്ങൾ കൊണ്ടുവരും. പൗലോസ് പറയുക, എഫെസസിലുള്ള വിശ്വാസികളെ, നിങ്ങൾ ആരും ലോകക്കാരെ പോലെ സംസാരിക്കരുത്. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, നമുക്ക് അയൽവക്കക്കാരനെ കാട്ടി മിടുക്കനാകുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് പ്രമോഷൻ ലഭിച്ചില്ല എങ്കിലും ഇന്നത്തെ വേദശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആരാണോ നമ്മുടെ പ്രമോഷൻ തടഞ്ഞിരിക്കുന്നത്, ഇല്ലാത്ത സമയത്ത് ക്യാമറ ഒക്കെ ഒന്ന് നോക്കുക, പോയി കൈവച്ച് യേശുവിൻ നാമത്തിൽ ആ കസാരയിൽ നിന്ന് ആ ആളെ മാറ്റണം. കാരണം എന്താ? എനിക്ക് കയറണം, എനിക്ക് മേളിലോട്ട് വരണം, എൻ്റെ യേശു ഇത് കാണുന്നുണ്ട്, എനിക്ക് ഫസ്റ്റ് ആകണം, എനിക്ക് ഫസ്റ്റ്, ഐ വാണ്ട് ടു ബി ഫസ്റ്റ്. പക്ഷെ ഇവിടുത്തെ പ്രിൻസിപ്പിള് ഫസ്റ്റ്, ലാസ്റ്റ് ആളാ ഫസ്റ്റ് ആകാൻ പോകുന്നത്. ഫസ്റ്റ് വിൽ ബി ലാസ്റ്റ്, ലാസ്റ്റ് വിൽ ബി ഫസ്റ്റ്. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം ലാസ്റ്റായി മാറി. ലോകപ്രകാരം ആ കാഴ്ചപ്പാടുള്ളവർ എഴുതി വെച്ചതാ, ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ that day even if I am in the last row now I will be promoted to the first row when he will come back. ആ കാഴ്ചപ്പാട് മാറി ഇന്ന് എനിക്ക് ഫസ്റ്റ് വരണം. എന്നെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. ഞാൻ ഈ പാട്ടുകളിലൂടെ പറയുന്നത് ആ സന്ദേശങ്ങൾ പലപ്പോഴും ഇങ്ങനെ കേട്ടോ, പക്ഷെ പാട്ട് പറയുമ്പോൾ ഒന്ന് ഉണരും ചിലരെങ്കിലും, അയ്യോ ഇതാ പാടിയത്, ഇതാ. അതെ, ഭക്തന്മാർ പറയുന്നത് എല്ലാ തലമുറയും പാടുന്നത് അവരുടെ വേദശാസ്ത്രം, അവർ പാടുന്നത് അവരുടെ തിയോളജിയാ പാടുന്നത്. ഇനി നോക്കണം, ആ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തത്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് അവർ എനിമി. ലോകം എന്നുള്ളത് ശക്തിയാണോ? ഈ അന്ധകാരത്തിന്റെ ലോക അധിപതിയോട് എതിർത്ത് നിൽക്കണമെങ്കിൽ എന്നിൽ എന്ത് വ്യാപരിക്കണം? കർത്താവിലും അവന്റെ അമിത ബലം ഉണ്ടേലേ. പിന്നെയും ഞാൻ പറയുന്നു, ചുമ്മാ ഉള്ള കുലുക്കം കൊണ്ട് നടക്കത്തില്ല, പാട്ടിന്റെ അവസാനമുള്ള വിറപ്പിക്കൽ കൊണ്ട് നടക്കത്തില്ല. 24/7 365 days എന്നിൽ അളവറ്റ ശക്തി വ്യാപരിക്കുമ്പോ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്ന് പറയും, എടീ നമുക്ക് എവിടെ വെച്ചാ ഈ പണം വലുതായി മാറിയത്, നമുക്ക് എവിടെ വെച്ചാ ഈ വാഹനവും വീടും വലുതായി മാറിയത്, നമ്മൾ ലോകക്കാരെ പോലെയാണല്ലോ ചിന്തിക്കുന്നത്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് സ്വപ്നം കാണുന്നത് ലോകക്കാരെ പോലാണല്ലോ. അവിടെ ശക്തി വ്യാപരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകക്കാരെ പോലല്ല എന്ന് ലോകം സാക്ഷ്യം പറയുന്ന ആത്മീക യുദ്ധത്തിലെ ജയം.
ആത്മീയ യുദ്ധത്തിൽ ജയിക്കുന്ന ആളെ നോക്കിയേ ലോകം പറയത്തുള്ളൂ, ഹി ഈസ് വെരി ഡിഫറെന്റ്, ഹി ഈസ് നോട്ട് ലൈക്ക് us. He is boasting about his suffering. പൗലോസ് എന്തിലാണ് പുകഴ്ച പ്രാപിച്ചത്? ക്രൂശിൽ പുകഴ്ന്നു, തൻ്റെ സഫറിങ്ങിൽ താൻ പുകഴ്ന്നു. ഐ ആം സ്ട്രോങ് വെൻ ഐ ആം വീക്ക് എന്നാണ് പൗലോസ് പറയുന്നത്. ഐ ആം സ്ട്രോങ് വെൻ ഐ ഹാവ് ലോട്ട് ഓഫ് അബണ്ടൻസ് എന്നല്ല പറഞ്ഞത്, ഐ ആം സ്ട്രോങ് വെൻ ഐ ആം വീക്ക്. അത് എവിടുത്തെ പ്രിൻസിപ്പിൾ ആണെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിൽ മാത്രമുള്ള ഒരു അളവുകോല. നീ ബലഹീനനായി തോന്നുമ്പോ, നീ ദരിദ്രനായി തോന്നുമ്പോൾ, നീ കഴിവില്ലാത്തവനായി തോന്നുമ്പോ, നീ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുമ്പോ, അവനെ നോക്കി പറയുക, ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അല്ല, നിങ്ങൾ ചില പറയും, അയ്യോ പാസ്റ്റർ ഒരു വാക്ക് വിട്ടുപോയി, ആത്മാവിൽ ദാരിദ്ര്യം എന്നല്ലേ? അങ്ങനെയാണോ എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 5 തിരിച്ചു പോകുമ്പോൾ സമയമുണ്ടേ വായിച്ചാൽ മതി. ആത്മാവിൽ ദാരിദ്ര്യം എന്നാണോ എക്കണോമിക്കലി പൂവർ എന്നാണോ പറഞ്ഞത്? കണ്ടു, ഇപ്പൊ തന്നെ വായിച്ചു. അപ്പൊ അതിനർത്ഥം എന്താ നമ്മളിപ്പോ പറയുന്നത്? എല്ലാരും ജോലി ഉപേക്ഷിക്കുക, നമുക്കെല്ലാം ഏതെങ്കിലും വനാന്തരങ്ങളിൽ പോയി ജീവിക്കാം. നോ, അങ്ങനെ സഭാചരിത്രത്തിൽ ചെയ്തവരുണ്ട്, പഠിപ്പിച്ചവരുണ്ട്. അതല്ല യേശുവിൻ്റെ തത്വം. യേശുവിൻ്റെ തത്വം, വിളിയുള്ളവർ പൂർണ്ണ സമയ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങണം, അല്ലാത്തവർ കൈകൊണ്ട് നല്ല അധ്വാനിക്കണം. അധ്വാനിക്കാതെ ഒരാൾ ഇരുന്നാൽ, തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ലോകക്കാരെക്കാട്ടിൽ കഷ്ടമാണ് നിങ്ങൾ. നല്ലായി അധ്വാനിക്കുമ്പോ ദൈവരാജ്യത്തിലുള്ളവൻ മനസ്സിലാക്കേണ്ടത്, ഞാനീ അധ്വാനിക്കുന്നത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. തിന്നാനുണ്ട്, ഉടുക്കാനുണ്ട്, കിടക്കാനുണ്ട്, ഇതിലല്ല എൻ്റെ പ്രയോറിറ്റി. എൻ്റെ പുകഴ്ച ഇതിലൊന്നുമല്ല. താമസിക്കാൻ ഈ ലോകത്തിൽ വീട് ആവശ്യമാണ്, വാഹനം ആവശ്യമാണ്, നല്ല വാഹനമാണ്, നല്ലതായിട്ട് യാത്ര ചെയ്യാം. പക്ഷേ ഈ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ളത് എനിക്ക് ഇതെല്ലാം കിട്ടി എന്നുള്ളതല്ല. ഇത് യേശുവിനെ ഇല്ലാത്തവർക്കും ഈ പറയുന്ന എല്ലാ കാര്യമുണ്ട്. എന്തുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ എൻ്റെ യേശു നിമിത്തം ഞാൻ വ്യത്യസ്തനായി ചിന്തിക്കുന്നു. ഈ തീരുമാനങ്ങൾ ഞാൻ എടുത്തത് യേശു നിമിത്തമാണ് എന്ന് പറയാൻ ഒക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ആത്മീക യുദ്ധത്തിൽ ജയിക്കാനായി അമിത ബലം നിങ്ങളിൽ വ്യാപരിക്കുന്നു. രണ്ടാമത്തെ ദിവസം ഇന്നലെ പ്രധാനമായിട്ടും ചിന്തിച്ചത്, നമ്മൾ ദുഷ്ടാത്മസേനയോട് എതിർത്ത് നിൽക്കുന്നത്. ദുഷ്ടാത്മസേന എന്ന് പറഞ്ഞാൽ ദുഷ്കാലവുമായി ബന്ധമുണ്ട് എന്ന് 5:16 നമ്മൾ മനസ്സിലാക്കി. ജ്ഞാനികളാകണം എന്ന് പൗലോസ് പറയുന്നു, അജ്ഞാനികളായി പോകരുത്. 5:15 പറയുന്നു, അജ്ഞാനികളാകാതെ ജ്ഞാനികളായി. ദുഷ്കാലമാകയാൽ സമയം, അടുത്ത വാക്കെന്താ? തക്കത്തിൽ ഉപയോഗിക്കണം. കുറച്ചുകൂടെ പറഞ്ഞാൽ ബൈ ടൈം, സമയം വാങ്ങിക്കണം. ലോക മനുഷ്യന് സമയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്നറിയോ? നീ തന്നെ നിന്നിൽ തന്നെ സ്പെൻഡ് ചെയ്ത് എൻജോയ് യുവർ ലൈഫ്. ടൈം ഈസ് ഫോർ യു. രാവിലെ എഴുന്നേറ്റ് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുക. കുറച്ച് നേരം ഓടുകയാണോ അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കുക. എന്നിട്ട് പോകുന്ന വഴി ഐ ലൈക്ക് ടു ലിസൺ ടു സം മ്യൂസിക്. പിന്നെ ആ 7-8 മണിക്കൂർ വർക്ക് ചെയ്തു, തിരിച്ചു വന്നിട്ട് അന്ന് ഇന്ന് ബാർബിക്യൂ ഉണ്ടാക്കിയേക്കാം. ഐ ലൈക്ക് ടു ഡു തിങ്സ് ദാറ്റ് മേക്സ് മീ ഹാപ്പി. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത് എന്നാ മൊബൈൽ ഒന്ന് എടുത്ത് എന്തേലും എന്നാ ഒരു ഗെയിമും കളിച്ചേക്കാം. ഐ എം ഓക്യുപ്പൈയിങ് മൈസെൽഫ് with everything that makes me happy. അവസാനം 11-12 ആകുമ്പോൾ കയ്യിൽ നിന്ന് മൊബൈൽ പോകുമ്പോൾ യേശുവേ കർത്താവേ, ഇന്ന് രാത്രി കിടക്കുമ്പോൾ നാളെ രാവിലെ അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ കരച്ചിലൊക്കെ വരും. കർത്താവെ സൂക്ഷിച്ചോണേ, വയനാട് ഒരുപാട് പേര് മരണപ്പെടുന്നു, കർത്താവ് എന്നെ സൂക്ഷിച്ചല്ലോ, കോവിഡിൽ എത്ര പേര് പോയി. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആദ്യത്തെ ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവ് ഒരു ദിവസം കൂടെ പുതപ്പെല്ലാം കൂടെ തലയിലോട്ടിട്ട് കർത്താവെ ഒരു ദിവസം കൂടെ തന്നല്ലോ, കർത്താവിന് നാമമഹത്വത്തിനായി. പിന്നെ ആദ്യം തപ്പുന്നത് ഫോണാണ്. പിന്നെയും ഞാൻ എൻ്റെ ജീവിതം തുടങ്ങി, ടൈം തുടങ്ങി. എനിക്കപ്പോൾ രാവിലെ എല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കയറി 1-2 പിക്ചറൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ ഞാൻ രാവിലെ കഴിച്ചു, പിന്നെ ഞാൻ ഇറങ്ങിപ്പോകുന്നു. പിന്നെ ചിലർക്ക് ആ കോൺഷ്യൻസിനെ ഒന്ന് ഈസാക്കാൻ വേണ്ടി, പാസ്റ്റർ അറിയാമല്ലോ തിരക്കാ, പിന്നെ വണ്ടിയെ ഞാൻ മാക്സിമം കേൾക്കും. പാസ്റ്റർ വണ്ടിയെ ഞാൻ കേൾക്കും. വണ്ടി ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയെ നോക്കുന്നുണ്ട്, അവിടെ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് ഒരു എന്തെങ്കിലും ഒരു പോയിന്റ് കേൾക്കുമ്പോൾ ഗ്ലോറി ആമേൻ തന്നെ ഇരുന്ന്. ഇതാണ് ലോകം. ലോകത്തിൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുക,
അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു മീറ്റിങ്ങിനെ സാവകാശം ഒത്തു അല്ലെങ്കിൽ ഒപ്പിച്ച് ഞാൻ വന്നിരിക്കുന്നു. ഇവിടത്തെ ചിന്തയെന്ന് പറഞ്ഞാൽ വേറൊരു ചിന്തയാണ്. കൊലോസ്യലേഖനം 3 പറയുന്നത് നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരാകിയാൽ ഉയരത്തിലുള്ളത് ചിന്തിക്കുക. സെറ്റ് യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ് ഓൺ തിങ്സ് എബവ്. രാത്രി കിടക്കാൻ പോകുമ്പോൾ അവസാന ചിന്തകൾ എന്നുള്ളത് ഫെഡറലിലെ എടുത്ത് അങ്ങോട്ട് മാറ്റണോ, ഇവിടുത്തെ എടുത്ത് ഇങ്ങോട്ട് മാറ്റണോ, വണ്ടിയുടെ എടുത്ത് ഇങ്ങോട്ട്, ഇതല്ല. ലാസ്റ്റ് തോട്ട്സ് എന്ന് പറയുന്നത് ലോർഡ്, ഞാൻ കിടക്കാൻ പോവാ. രാവിലെ മുഴുവൻ ഞാൻ തിരക്കായിരുന്നു യേശുപ്പച്ച, രാത്രിയിലാണെങ്കിലും എന്നോട് എന്തേലും പറയാനുണ്ടേ, രാത്രിയിലാണേലും എന്നോട് പറയണേ. രാവിലെ എഴുന്നേൽക്കുമ്പോ എന്നാ അടുത്ത ദിവസം എങ്ങനെ എനിക്ക് ആനന്ദകരമാക്കാമെന്നല്ല, ആ വ്യക്തിയുടെ കിങ്ഡത്തിലുള്ള ആടെ മനസ്സിൽ വരുന്നത് എനിക്ക് എങ്ങനെങ്കിലും കുറച്ച് സമയം യേശുവിൻ്റെ അടുക്കൽ ഇന്ന് ഇരിക്കാനൊത്തായിരുന്നെങ്കിൽ. ബഹളം വെക്കുന്ന ആൾക്കാർ കേൾക്കുമ്പോൾ നീ കുറച്ചൊന്ന് സൈലന്റ് ആവോ, ഞാനൊന്ന് ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ അപ്പൊ പാടുന്ന പാട്ടാ, താതൻ്റെ മാർവല്ലേ ചൂടെനിക്ക്, താതൻ്റെ കൈയല്ലേ തണലെനിക്ക്. കാരണം എങ്ങനെങ്കിലും അവിടെ ഇരിക്കണം, എങ്ങനെങ്കിലും കേൾക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. ഇതാ ആത്മീക യുദ്ധം എന്ന് പറഞ്ഞാൽ. ദുഷ്കാലത്തിൽ ദുഷ്ടൻ നിൽക്കുക, ഞാൻ സമ്മതിക്കുന്നില്ല. നിന്നെ സ്വസ്ഥതയോടെ ഞാൻ ഇരുത്തത്തില്ല, പക്ഷെ ഞാൻ നിനക്ക് ആനന്ദം തരാം, ഞാൻ നിനക്ക് സന്തോഷം തരാം, ഞാൻ നിനക്ക് നല്ലതായിട്ട് ശാപ്പാട് തരാം, ഞാൻ നിന്നെ നല്ലതായിട്ട് നല്ലൊരു വോളിബോൾ പ്ലെയർ ആക്കാം നിന്നെ. പക്ഷേ അവിടെ യേശു പറയുക, എടാ നീ വോളിബോൾ കളിച്ചാലും ഇല്ലെങ്കിലും നീ എൻ്റെ അടുക്ക കുറച്ച് നേരം ഇരിക്കണേ, നീ എന്നിൽ സന്തോഷം കണ്ടെത്തണേ. നീ കഴിക്കുന്നത് ഈ സന്തോഷം കണ്ടെത്താതെ നീ എൻ്റെ അടുക്ക ഇരുന്ന് സന്തോഷം കഴിക്കണേ. ചില ദിവസങ്ങളിൽ കഴിക്കാനുണ്ടെങ്കിലും ഇല്ല ഞാൻ കഴിക്കുന്നില്ല, കാരണം കഴിപ്പിനെക്കാട്ടി സന്തോഷം എനിക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റിവെക്കാൻ യേശുവിൻ്റെ കൂടെ ഒത്താല. അപ്പോഴതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആള് പറയുകയാണ്, വരുന്നു, അയ്യോ ഐ ആം സോ ടയർഡ്, ഐ ആം വെയിറ്റിംഗ് ടു ഗോ, എനിക്കൊരു ബ്രേക്ക് വേണം. എവിടെ ഇനി പോകാനുള്ള സ്ഥലം സെർച്ച് ചെയ്യുവാണ്. അടുത്ത ട്രിപ്പിന് എനിക്ക് എവിടെ ഇനി പോകാനുള്ള സ്ഥലം. ആരാണ്ട് പറഞ്ഞു ഇറ്റലി എന്ന് പറഞ്ഞു, ആരാണ്ട് പറഞ്ഞു അവിടെ പറഞ്ഞു, ആരാണ്ട് പറഞ്ഞു എന്നാ ഈ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനൊരു ഗ്രാമമുണ്ട്, അവിടെ പോയാൽ വള്ളത്തെ കയറി പോവാം. നമ്മളാരും വള്ളം കാണാത്ത പോലല്ലേ, ആറ്റിലൊന്നും ഇല്ലാത്ത പോലെ അവിടെ നനിത്താലിൽ പോയാൽ അതിനകത്തൊന്നും ഒരു കൊട്ട ഇരുന്നുകൊണ്ട് പോവാം. എന്നാ പോവാം, അവിടെ അവിടെ ഇനി ആരുണ്ട്? പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചോണേ, നനിത്താലിൽ എനിക്കൊരു കോണ്ടാക്ട് കിട്ടിയാൽ. ചിലർ അത് സാക്ഷ്യവും കൂടെ പറഞ്ഞോളെ, ഞാൻ ഇന്ത്യയിലേക്ക് പോവാണ്, കർത്താവിൻ്റെ കൃപയാൽ ഞാൻ ചില പ്ലാനുകൾ ഇട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ, അപ്പോഴും കരയും ചിലപ്പം, ദൈവത്തിൻ്റെ ഒരു കൃപ, ഞാൻ ഇതുവരെ പോകാത്ത സ്ഥലമാണ് നന്ദിത്താൽ. ആളിനകത്തിരിക്കുന്നത് എന്തുവാ, എനിക്ക് കോട്ടയം കയറണം, എനിക്ക് കോട്ടയം കയറി ആ വഴി ഒന്ന് പോയി എനിക്കൊരു സന്തോഷം വേണം, എനിക്ക് സെൽഫി എടുത്ത് എല്ലായിടും ഒന്ന് ഇടണം, ഞാൻ നന്ദിത്താലിൽ പോയി. പക്ഷെ ഞായറാഴ്ച രാവിലെ ആയപ്പോൾ ഹോട്ടലിൽ നിന്ന് എഴുന്നേറ്റ് ഒരു വെപ്രാളമുണ്ട്, എടി ചർച്ചയിൽ പോണ്ടേ, നന്ദിത്താലിൽ എവിടെയെങ്കിലും സഭയുണ്ടോ? ഗൂഗിൾ സെർച്ച് ചെയ്തു, ആരുടെയെങ്കിലും വിളിച്ചു ചോദിച്ചു, അപ്പോഴാണ് പറഞ്ഞത് അടുത്തൊരു സഭ ഉണ്ട്. അവിടെ പോയിരുന്ന് സാധുക്കളായ ആൾക്കാരുടെ കൂടി ഇരിക്കുമ്പം അവിടുന്ന് ഒരു പിക്ചർ എടുത്തിട്ട് ഹോളിലോട്ട്, ഐ ആം ഇൻ നനിത്താൽ വർഷിപ്പിംഗ് ഗോഡ്. ഞാൻ തുറന്നു പറയുന്നത് ഇത് ലൈവ് പോകുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സാധാരണ ഒരു ആവറേജ് ആളിൻ്റെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ, അവൻ്റെ മനസ്സിൽ അവൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളെല്ലാം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ തിരികെ കയറ്റാം, എനിക്ക് ഒരു സൺഡേ സർവീസ് എങ്ങനെ ഒരു സാധുക്കളായ ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഈ പറഞ്ഞ പോലെ 200 പൗണ്ടോ 300 പൗണ്ടോ എന്തായാലും ഒന്ന് ഈ കൺവേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ദൈവത്തിന് വലിയ കൃപയാൽ അവർക്കെല്ലാം ഒരു നല്ല ഫുഡ് കൊടുക്കാനൊത്തു മാത്രമേ പാസ്റ്റർ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഉള്ളു എനിക്ക് ചെയ്യാനൊക്കുന്നത്. എന്തുവാ ആ വെക്കേഷൻ്റെ ഇടയ്ക്ക് നമ്മൾ വെക്കേഷന് സ്പെൻഡ് ചെയ്തതിൻ്റെ 10% പോലും അവിടെ ചിക്കൻ കറിക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് തോന്നിയത് എന്തുവാ, ഞാൻ എൻ്റെ സമ്പാദ്യം മുഴുവൻ ആ 30 പേർക്ക് ചിക്കൻ കറി വാങ്ങിച്ചു കൊടുക്കുന്നതിലൂടെ കർത്താവ് എനിക്ക് ഒരു കസേരയുടെ ഇച്ചിരി നീളം കൂടെ കൂട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മളോട് ആൾക്കാർ പറയത്തില്ല. നമ്മളോട് ആൾക്കാർ പറയുന്നത്, ചെയ്തല്ലോ ബ്രദറെ, ഇതാ എല്ലാവരും വന്ന് കണ്ടിട്ട് പോകത്തേ ഉള്ളൂ, എന്തായാലും ചെയ്യണം, ചെയ്തു. ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, ഇന്നാൾ ആരോ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ പോയിരിക്കുകയാണ് 100 പുതപ്പ് കൊടുക്കാൻ വേണ്ടി. പക്ഷെ ഈ നോർത്ത് ഇന്ത്യയിൽ പോയ ടിക്കറ്റിൻ്റെ പൈസ വെച്ചാൽ 500 പുതപ്പ് വാങ്ങിക്കാം.
100 പുതപ്പ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ യാത്ര ചെയ്ത് ഇത്രയും പൈസ മുടക്കി, ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് നമുക്കൊരു കിക്ക് കിട്ടും. കിക്ക് എന്ന് പറഞ്ഞാൽ ഐ വെന്റ് ദേർ, ഐ വാസ് ദേർ, ഐ സോ ദേർ. ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ അറിയാതെ നമ്മളിൽ ഒരു ഫോൾസ് സെൻസ് ഓഫ് സ്പിരിച്വാലിറ്റി വരും. നമ്മളെ ഹേർട്ട് ചെയ്യാത്ത കൊടുപ്പിൽ നമുക്ക് തോന്നുന്നത് ഞാൻ മദർ തെരേസ എന്ന് തോന്നും. നമ്മളെ ഒന്നും വേദനിപ്പിക്കാതെ കൊടുത്തതിൽ നമുക്ക് തോന്നിയത് യേശു ക്രൂശെ കയറിയതുപോലെ. ഞാൻ ആ നനിത്താലിൽ, ഞാൻ പിന്നെയും നനിത്താൽ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഇവിടെ ആരെങ്കിലും നനിത്താലിൽ പോകാൻ ഇരിപ്പുണ്ടോന്ന്. എന്തായാലും നിങ്ങളെ ആരെയും എനിക്ക് അറിയാത്തത് കൊണ്ട് ഏറ്റവും സന്തോഷമാണ്. അപ്പം ഇനി പോകാൻ സാധ്യതയുണ്ട്, ശരിക്കും ആലോചിച്ചോണം. പ്രത്യേകിച്ച് ആ കൊട്ടയെ കയറാൻ പരിപാടി ഉണ്ടെങ്കിൽ ആലോചിച്ചോണം. ഇത്രയും കേട്ടിട്ട് പോയി ചാടിക്കഴിഞ്ഞ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. ആത്മീക യുദ്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഡെയിലി ലൈഫ്, ലോകത്തിന്റെ അധിപതി എന്നെ ലോകക്കാരനെ പോലെ ചിന്തിപ്പിക്കുന്നു. ദുഷ്ട ലോകം എൻ്റെ സമയം കവരുന്നു. എന്തെനിക്കൊരു ബ്രേക്ക് കിട്ടിയാലും, ജോലിയിൽ നിന്ന് ഒരു ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയാലും എൻ്റെ മനസ്സിൽ വരുന്ന കുറച്ച് സമയം കിട്ടി, ഒരു ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ കുറേ നനയ്ക്കാനുണ്ടായിരുന്നു, കുറേ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, എന്നെ ബിസി ആക്കണം. അവിടാണ് പൗലോസ് പറയുന്നത് 5:16 ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സമയം ദൈവത്തിന് വേണ്ടി ഉള്ള സമയം വാങ്ങിക്കണം. ദശാംശമെങ്കിലും, സമയത്തിന്റെ ദശാംശമെങ്കിലും ബൈ സ്പെൻഡ് ടൈം വിത്ത് ദ ലോർഡ്. അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും കൊടുത്തതിനെ പുകഴത്തില്ല. കൊടുത്തിട്ട് എന്താണെന്നറിയാമോ തോന്നാൻ സാധ്യത? എനിക്ക് നാണംകേട് തോന്നി ഞാൻ കൊടുത്തതിനെ ഓർത്ത്, ഇത്രയല്ല ഞാൻ കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഹൗ ഹി വിൽ തിങ്ക്. വേറൊരാൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ ആ വ്യക്തിക്ക് ഞാൻ അവിടെയും പോയായിരുന്നു എന്നല്ല. കർത്താവേ, ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച ഒരാൾ പറയുമായിരുന്നു, നമുക്ക് സാധാരണ ചിന്ത വരുന്നത്, ഇപ്പം നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ പോയി ഏതെങ്കിലും ഒരു മിഷണറിയുടെ വീട്ടിൽ, വലിയ സാമ്പത്തിക സൗകര്യം ഇല്ലാത്ത ഒരാളുടെ വീട്ടിൽ ചെന്നാൽ ആവറേജ് ഒരു വിശ്വാസി ഇറങ്ങുമ്പോൾ മക്കളോട് പറയും, നിനക്കൊക്കെ എന്ത് നന്മയാടാ ദൈവം തന്നത്, ഈ കണ്ടില്ലേ ആൾക്കാർ ജീവിക്കുന്നത്, സ്തോത്രം പറയടാ. വാസ്തവത്തിൽ അതും നമ്മളെ എന്താക്കുന്നു എന്നറിയാമോ? നമ്മൾ ചിന്തിക്കുന്നത് ഹൗ പ്രിവിലേജ്ഡ് ഐ ആം. ദേ ആർ സ്ട്രഗ്ലിംഗ് എ ലോട്ട്. They are struggling without proper food, nutrition. ദൈവത്തോട് നന്ദി പറ, നമുക്ക് എന്ത് ദൈവം തന്നു. വാസ്തവത്തിൽ ദൈവരാജ്യത്തിലുള്ളവൻ ചിന്തിക്കേണ്ടത് അങ്ങനെ അല്ല. ദൈവരാജ്യത്തിലുള്ളവൻ ചിന്തിക്കേണ്ടത്, കർത്താവേ, ഞാൻ ഈ ഇത്രയും സുരക്ഷിതനായി ഇരിക്കുന്നു, ഇവൻ ഇത്രയും വൾണറബിൾ ആകുന്നു, ഈസ് ഇറ്റ് ഫെയർ? ഞാൻ എന്തെങ്കിലും കൂടുതൽ ചെയ്യേണ്ടതുണ്ടോ ഇവിടെ? ഐ ആം പ്രിവിലേജ്ഡ് എന്നല്ല ചിന്തിക്കേണ്ടത്, ഐ ആം എ ഡെറ്റർ. ഞാൻ വലിയ കടക്കാരനാ. ഇത് കാണുമ്പോൾ എൻ്റെ മുമ്പിൽ ദൈവം എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടോ? അല്ല. ഒരുപക്ഷെ അവനിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ 1% പോലും നമ്മളിൽ വ്യാപരിക്കുന്നില്ലായിരിക്കാം. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ, ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ ഐ ആം പ്രിവിലേജ്ഡ് എന്നല്ല തോന്നേണ്ടത്, വൈ ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ്. ഈ വ്യക്തി വിദ്യാഭ്യാസമുള്ള വ്യക്തി. പ്രിയ ദൈവമക്കളെ, സമയമുണ്ടെങ്കിൽ ഒഡ്ഡൻചത്രം എന്നൊക്കെ പറയുന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ലൈഫ് പോയി കാണുന്നത് നല്ലതായിരിക്കാം വെക്കേഷനിലൊക്കെ. ഒഡ്ഡൻചത്രത്തുള്ള ഡോക്ടേഴ്സിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, അവരാ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലിറങ്ങിയ they will get 15 times more than what they are earning there. 20,000 25,000 നാട്ടിലെ രൂപയ്ക്ക് വേണ്ടി ഒഡ്ഡൻചത്രത്ത് ഡോക്ടേഴ്സാണ്, CMCയിലെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഡോക്ടർ പണി ചെയ്യുക. അവരോട് നമ്മൾ ചോദിക്കുക, വൈ ആർ യു ഡൂയിങ് ദിസ്? ഒറ്റ കാര്യം അവർക്ക് പറയാനുള്ളൂ, ഗോഡ്സ് ലവ് ഈസ് കമ്പല്ലിങ് അസ്. ഞങ്ങൾ ഇവിടെ ജീവിച്ച് ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തണം. അപ്പോഴാണ് ഭൗതികത തലയ്ക്ക് പിടിച്ച് ഇതൊന്നും കാണാനൊക്കാതെ നമുക്ക് വേണ്ടി തന്നെ ജീവിച്ച് 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 ഇതിൻ്റെ ഇടയ്ക്ക് സ്തോത്രവും ഹല്ലേലൂയയും പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ ജീവിതം നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയും ഒരു കുറ്റബോധം ഉണ്ടാക്കുകയും ചെയ്യണം. ആത്മീക യുദ്ധം എന്ന് പറയുന്നത് ഈ ലോക സമ്പ്രദായങ്ങൾക്കെതിരെയുള്ളൊരു യുദ്ധമാണ്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് തുറന്ന്
ദൈവം എന്നെ ആ ഏൽപ്പിച്ച ചിന്തകൾ ആരും മിസ്സാകാതിരിക്കാൻ വേണ്ടി ലളിത ഭാഷയിൽ നിങ്ങളോട് പറയുകയായിരുന്നു. ഈ മൂന്നാമത്തെ ദിവസം, അവസാനത്തെ ദിവസം, വേറെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യം ഈ പിശാചിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ഒന്ന്, പിശാചിന് ശക്തിയുണ്ട്. രണ്ട്, ഇത് ദുഷ്ടനാണ്, ദുഷ്കാലമാണ്. മൂന്നാമത്തേത് 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം. ആ വാക്ക് ശ്രദ്ധിക്കണം. ഏത് വാക്ക്? തന്ത്രം. ശക്തിയുള്ളവനാണ്, ദുഷ്ടനാണിവൻ. ഇവന്റെ കയ്യിലിരിക്കുന്നത് എന്താ? തന്ത്രം. ഇതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. അപ്പൊ ആത്മീയ യുദ്ധം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ശക്തനായ ഒരു എനിമിയോടാണ് ഞാൻ മുട്ടുന്നത്, ദുഷ്ടനായ പിശാചിനോടാണ് ഞാൻ എതിർക്കുന്നത്. ഇത് രണ്ടും പോരാ, ഇവന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താ? തന്ത്രം. ഈ തന്ത്രം തിരിച്ചറിയണമെങ്കിൽ, ഈ ശക്തിമാനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ, ഈ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് സമയമെടുത്ത് ദൈവഭക്തിയോടെ ജീവിക്കണമെങ്കിൽ എനിക്ക് അമിത ബലം ഉണ്ടേലേ ഒക്കത്തുള്ളൂ. അതിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ എന്താ ഈ അർത്ഥം? തന്ത്രം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന്. താങ്ക്ഫുള്ളി ദൈവവചനത്തിന്റെ പഠനം, ഇത് നമ്മളിപ്പോൾ ഒരു പഠനമായിട്ടുമാണ്, ഇത് ഉപവാസപ്രാർത്ഥനയാണ്, അപ്പോൾ തന്നെ ഒരു പഠനമായിട്ടുമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. പഠനത്തിൻ്റെ ഗുണം, ഇപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ, നിങ്ങളിൽ പലരും ദൈവവചനം പഠിക്കാൻ താല്പര്യമുള്ളവരാ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്, നമ്മളൊരു വാക്യം വായിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ, കർത്താവേ ഈ തന്ത്രം എന്ത് തന്ത്രമാണ്, ആ ലേഖനം തന്നെ ഒന്നുകൂടെ വായിക്കുന്നത് ആ വാക്ക് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ സഹായിക്കും. അല്ലേ നമുക്കിഷ്ടമുള്ള വാക്കുകൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കും. ആശയം, പിശാചിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഞാൻ ഭാവന കാണുന്നതെല്ലാം ചിന്തിക്കും. ഈ ലേഖനത്തിൽ ആത്മീക യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു വരുന്ന തന്ത്രത്തെക്കുറിച്ച് ഓൾറെഡി താൻ പറഞ്ഞു കഴിഞ്ഞു. 4-ാം അധ്യായം 14 മുതലുള്ള വാക്യത്തിൽ ഈ തന്ത്രം എന്താ, ആത്മീക യുദ്ധത്തിൽ പിശാചിന്റെ തന്ത്രം അറിയാതെ പോകരുത്, എന്താ ആ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞു. നോക്കണം 4:14. അങ്ങനെ നാം ഇനി മനുഷ്യ, ഓരോ വാക്കും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ നാം ഇനി എന്ന് പറഞ്ഞ ആ വാക്ക് തന്നെ മുമ്പിലുള്ള വാക്യവുമായിട്ട് ബന്ധമുണ്ട്. മുമ്പിലുള്ള വാക്യത്തിൽ 12-ാം വാക്യത്തിൽ പറയുന്നത് നാം എല്ലാവരും ആരെ പോലെ ആകണമെന്നാ 12-ൽ പറയുന്നത്? ക്രിസ്തുവെന്ന തലയോളം വളരണം എന്നാണോ 12-ാമത്തെ വാക്യത്തിലുള്ളത്? 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നാം എല്ലാം until we all reach unity in the faith and in the knowledge of the Son of God and become mature. ഞാൻ വളർന്ന് ക്രിസ്തുവെന്ന തലയോളം വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയോടെ തലയോളം വളരണം. എന്നിട്ട് അടുത്ത വാക്യമാ, അങ്ങനെ നാം ഇനി ഈ തലയോളം ആകാതിരിക്കാനുള്ള സാധ്യത, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാൽ, ഉപായത്താൽ. ഒരു വാക്ക് നോക്കണം, പൗലോസിന്റെ മനസ്സിൽ എന്ത് കൺസേൺ കൊണ്ടാണ് ആ വാക്കുകൾ എഴുതുന്നത്. അല്ലെ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, നിങ്ങളെ ആരും ചതിക്കല്ലേ എന്ന് എഴുതിയാൽ പോരെ. അങ്ങനല്ല എഴുതുന്നത്. പൗലോസ് പറയാ, അങ്ങനെ നാം ഇനി ആരുടെ ചതിയാ? പിശാചാണ് ഇതിന്റെ പുറകിൽ എങ്കിലും ഇത് ആരിലൂടെ വരുന്നത്? മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും, അടുത്ത് തീർന്നില്ല, തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോവാതെ. പിശാചിന്റെ തന്ത്രമെന്ന് 6:11 പറഞ്ഞു. പക്ഷെ ഇത് ആരിലൂടെ ഈ തന്ത്രം വരുന്നത്? മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം. അടുത്ത വാക്കെന്തോ എഴുതിയിരിക്കുന്നേ? ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ. എന്താ ആത്മീക യുദ്ധം?
ആത്മീക യുദ്ധം എന്താന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദിവസം ഒരു വിശ്വാസി ആരെ പോലെ ആയി തീർന്നെന്നറിയാമോ? ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ. അതാ ബൈബിൾ പറയുന്നത്. എങ്ങനെയാ നമ്മൾ രക്ഷിക്കപ്പെട്ടത്? കെടാത്ത ബീജമാകുന്ന ദൈവവചനത്താൽ. പത്രോസ് അതാ പറയുന്നത്. എന്നിട്ട് പത്രോസ് പറയുക, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വേണ്ടി, അതേ ഭാഷയാണ് 4:13 പറയുന്നത്, ക്രിസ്തു എന്ന തലയോളം വളരണം, അതിനുവേണ്ടി എന്തോ കുടിക്കണമെന്നാ പത്രോസ് പറയുന്നത്? വചനമെന്ന മായമില്ലാത്ത പാൽ. ആത്മീയ യുദ്ധം എന്താണെന്നറിയാം? നമ്മൾ ജനിച്ച് വീണ നിമിഷത്തിൽ ലോകത്തിന്റെ അധിപതി, വാഴ്ചകൾ, അധികാരങ്ങൾ, ദുഷ്ടാത്മസേന ഒരു കാര്യം ഈ കുഞ്ഞിനോട് പറഞ്ഞു. എന്തോ പറഞ്ഞു? നീ വളരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ജനിച്ചവിടെ കിടന്നോ, നീ വളരാൻ ഞാൻ സമ്മതിക്കത്തില്ല. വളരാൻ വേണ്ടി എന്തോ വേണം? വചനം വേണം. എങ്ങനത്തെ വചനം വേണം? മായമില്ലാത്ത വചനം ഉണ്ടല്ലേ രക്ഷയ്ക്കായി വളർന്ന് യേശു കർത്താവിനെ പോലെ ചിന്തിക്കത്തുള്ളൂ. യേശുവിൻ്റെ ഭാവം വരണമെങ്കിൽ ഇവൻ വചനം കിട്ടണം. പക്ഷെ ഇവിടെ പറയുന്നത്, ആത്മീക യുദ്ധം എന്ന് പറയുന്നത്, ഉണ്ടായി വീണ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി ഈ ശക്തികളെല്ലാം നിൽക്കുക. സമ്മതിക്കത്തില്ല. എന്തോ സമ്മതിക്കത്തില്ല? നിന്നെ വചനം കേൾക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഇവനെ എന്തോ കേൾപ്പിക്കും? 4:14 ഇവനെ എന്തോ കേൾപ്പിക്കും? അവിടെ എഴുതിയിട്ടുണ്ട്, ഉപദേശം. ഉപദേശം എന്നൊരു വാക്ക് കണ്ടോ 4:14? ഇവനെ കേൾപ്പിക്കുന്നത് ഉപദേശം കേൾക്കും. അപ്പൊ ഇവന്റെ കൈ ബൈബിൾ ഉണ്ടോ? ആളിന്റെ കൈ ബൈബിൾ ഉണ്ടോ? ഒന്ന് ചിന്തിച്ചേ. ആൾ ഉപദേശം കേൾക്കുക. മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന, അതിനകത്ത് പിടിക്കപ്പെടാതെ ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞു. അപ്പൊ ഇയാളുടെ കൈ ബൈബിൾ ഉണ്ടോ? ബൈബിളുണ്ട്. 100% ബൈബിളുണ്ട്. ഇല്ലെങ്കിൽ ഉപദേശം ഒന്നും അവിടെ എഴുതത്തില്ല. പെന്തിക്കോസ്തുകാരായ നമ്മുടെ കയ്യിലെല്ലാം ബൈബിളുണ്ടോ? ഉണ്ട്. പല ട്രാൻസ്ലേഷൻ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആരെങ്കിലും പറയോ, ഈ ഒരു ബൈബിള് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ വായിച്ചിപ്പോൾ യേശുവിനെ പോലെ ആയേനെ? അങ്ങനെ ആരെല്ലാം പറയോ? എല്ലാവരുടെയും കൈ ബൈബിളുണ്ട്. പക്ഷെ എന്താ ആരും യേശുവിനെ പോലെ ആകാത്തെ? പക്ഷെ എന്താ നമ്മൾ ഭൗതികയും ഈ സ്വയം വിട്ട് കർത്താവിൻ്റെ ഹിതം എന്നിലൊന്ന് അറിയണം? എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധ്യത കുറവ്? എന്താണെന്നറിയാം? വലിയൊരു ചതി നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ചതി എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഉപായമാണ്. ഉപായത്തിൻ്റെ ചതിയാണ്. അത് എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ പുൾപിറ്റിൽ നിന്ന് വരുന്നു. ഉപദേശമായിട്ടും പ്രസംഗമായിട്ടും വരും. ഒന്നുകൂടെ ആ വാക്യം വായിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അതിൻ്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലായി കിട്ടിയാലുണ്ടല്ലോ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സ്വാതന്ത്ര്യം എത്രയെന്ന് നമ്മുടെ വാക്കുകൾക്ക് പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറമാണ്. ഒരു വലിയ സ്വാതന്ത്ര്യം ആത്മാവിൽ ദൈവം കൽപ്പിക്കുന്ന രാത്രിയാണ് നിങ്ങളിൽ ചിലരുടെ ആത്മീക മനുഷ്യൻ. പിശാച് ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ നിർമ്മലമായ വചനത്തിൻ്റെ കേൾവിയാൽ ദൈവം അറുത്ത് വിട്ട് ഒരു കുഞ്ഞ് വചനത്തിന് വേണ്ടി കരഞ്ഞു തുടങ്ങുന്നത് പോലെ ഇന്ന് രാത്രിയിൽ കരഞ്ഞു തുടങ്ങുന്ന രാത്രിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആഡ് ചെയ്യാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. വചനത്തിലുള്ളത് അതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. നമുക്കൊരു യുദ്ധമുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങളോടാണ് നമ്മുടെ യുദ്ധം. ഈ തന്ത്രം എന്താ? ഈ തന്ത്രം 4:14 പറയുന്നത്, നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ. ഈ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ. വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ ഏതാ ശരിയെന്നറിയത്തില്ല. യൂട്യൂബിലെല്ലാം കാണുന്നുണ്ട്, നല്ല പ്രസംഗമാണ് കേട്ടോ. അതാ ഒരാളെ കുറിച്ച് അത് പറയുന്നു. നേരെ എതിരാണ് അടുത്ത നിമിഷം കേൾക്കുന്നത്. ഇതും കൊള്ളാം, അതും കൊള്ളാം, ഇതും കൊള്ളാം. അന്ന് ഹേരോദാവിൻ്റെ പോലെ. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ടപ്പോൾ എന്തോ തോന്നി? ഗംഭീര പ്രസംഗമാണ്. അടുത്ത നിമിഷം നൃത്തം കണ്ടപ്പോൾ എന്തോ തോന്നി? അതും കൊള്ളാം. എന്താ പിശാചിൻ്റെ ഏറ്റവും വലിയ ആത്മീക യുദ്ധം എന്നറിയാം?
വിശ്വാസികൾക്ക് ബോധ്യം കൊടുക്കത്തില്ല എന്താ സത്യമെന്ന്. അടുത്ത വാക്യത്തിൽ എന്തിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? 4:15 എഴുതിയിരിക്കുന്നത്, സ്നേഹത്തിൽ എന്തോ പറയണം? സത്യം സംസാരിക്കണം. ദൈവവചനം എന്നുള്ളത് സത്യം ഒന്നേ ഉള്ളൂ, രണ്ടില്ല. പക്ഷേ ആത്മീക യുദ്ധം എന്താണെന്നറിയോ? സത്യത്തിലേക്ക് എന്നെ നയിക്കത്തില്ല, എന്നെ ചതിക്കും, ഉപായത്തിലൂടെ എന്നെ കെട്ടിയിടും. ഉപദേശത്തിൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇനി നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം, നമ്മൾ ആ വാക്യം ഒന്ന് മനസ്സിലാക്കാൻ പോയി. വാസ്തവത്തിൽ മലയാള ഭാഷ നോക്കുമ്പോൾ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ എന്ന ഒരു ദൃഷ്ടാന്തമേ കാറ്റെന്നുള്ള ഒന്നേ കാണത്തുള്ളൂ. ഇംഗ്ലീഷ് പരിഭാഷയുള്ളവർ ആരെങ്കിലും ഒന്ന് നോക്കിയിട്ട് എന്നോട് പറയണം, കാറ്റിൻ്റെ കൂടെ along with wind there is one more analogy. നിന്നെ ഉഴച്ച് മറിക്കും. ബൈബിളുണ്ട്, പക്ഷെ നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളയും. ഇത് എന്താ സെക്കൻഡ് വേർഡ് വിച്ച് യു സീ? ആരെങ്കിലും കണ്ടോ? വിൻഡിന്റെ കൂടെ വേവ്സ്. കാറ്റും തിരമാലയും. ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ആ വാക്യങ്ങളെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മുടെ ആ പഴയ പാട്ട്, തിരയും കാറ്റും കോളും എൻ മനസ്സിൽ. നമ്മൾക്കത് പാടുമ്പോൾ ഈ പറഞ്ഞത് നമ്മൾ കേട്ടോണ്ടോ, ഇത് നല്ല പാട്ടാ. ആ വരികൾ എന്തുവാ? തിര, കാറ്റ്, ഈ രണ്ട് വാക്കുകൾ ഇവിടെ ഉണ്ട്. ഏതൊക്കെ വാക്ക്? ഉപദേശത്തിൻ്റെ കാറ്റ്, എന്നെ ഇളക്കുന്ന തിരമാല. ഇത് രണ്ട് ഉപദേശവുമായി ബന്ധപ്പെട്ടിരിക്കുക. ഈ രണ്ടിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? കാറ്റും തിരമാലയിൽ ഒരു കപ്പൽ, ഒരു ബോട്ട് അകപ്പെട്ടാൽ എങ്ങോട്ടാണ് ഈ ബോട്ട് പോകാൻ പോകുന്നത്? അതിനെ ആരാ നിശ്ചയിക്കുന്നത്? കാറ്റ് നിശ്ചയിക്കും. വേവ് നിശ്ചയിക്കും എങ്ങോട്ട് ഈ ബോട്ട് പോകണമെന്ന്, അല്ലേ? ഇതിനൊരു ലക്ഷ്യസ്ഥാനം പിന്നെ ഉണ്ടാവുമോ? ആരിതിനെ നിയന്ത്രിക്കും? പുള്ളി ബോട്ടിലിരുന്നോണ്ട് കാറ്റേ വീശുക, കാറ്റേ അടിക്കുക. ഇന്നൊത്തിരി ഉണ്ട് കാറ്റ്. ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കേട്ടതാണ്, സന്ദർഭവശാൽ കേട്ടതാണ്. ഒരു വ്യക്തി ഈ പറയുന്ന പോലെ പ്രസംഗകൻ പറയുന്നത്, വചനം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറയുക, ഇന്നിവിടെ കാറ്റടിക്കട്ടെ. നിക്കോദിമോസിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 3 അനുഭവം എടുത്തുകൊണ്ട് പറയുക, കാറ്റടിക്കും എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ആ കാറ്റ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നമുക്കത് ചിന്തിക്കാനുള്ള ഒരു സാവകാശമോ സമയമോ ഒരുക്കമോ അറിവോ പരിജ്ഞാനമോ ഇല്ലാത്ത സമൂഹം ആയതുകൊണ്ട് ഏത് വാക്യം എടുത്തിട്ട്, യോഹന്നാന്റെ സുവിശേഷം 3 കാറ്റടിക്കട്ടെ എന്ന് പറയുന്നത് യെഹെസ്കേൽ 37 താഴ്വരയിൽ കാറ്റടിച്ചതുപോലെ നിക്കോദിമോസിന്റെ ഉള്ളിൽ വചനവും വെള്ളവും ക്രിയ ചെയ്ത് ആത്മാവിന്റെ ഒരു കാറ്റ് ഉള്ളിലടിക്കുമ്പോൾ നിത്യജീവൻ ഉണ്ടാകട്ടെ എന്നുള്ള വാക്കിനെ എടുത്ത് ഇന്ന് വചനം വേണ്ട, കാറ്റ് വേട്ടെ എന്ന് പറയുന്ന ആൾക്കാർ. അപ്പൊ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾക്ക് ലക്ഷ്യമുണ്ടോ? ജീവിതത്തിൽ ഉണ്ടായി വീണ ഒരു ശിശുവിന് ലക്ഷ്യമുണ്ടോ? ലക്ഷ്യം 4:13 നമ്മൾ വായിച്ചു കഴിഞ്ഞു. ലക്ഷ്യം എന്താ? ക്രിസ്തു എന്ന തലയോളം ഞാൻ വളരണം. ഇതിനാ നമ്മളെ തെരഞ്ഞെടുത്തത്. അയിരൂർ ദേശത്തിൽ നിന്നും എൻ്റെ കുടുംബത്തെ തെരഞ്ഞെടുത്തത്, മാവേലിക്കരയിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തെ തെരഞ്ഞെടുത്തത് അല്ല. പുല്ലാടുന്നോ കോട്ടയത്തുനിന്നോ വാഴൂരിന്നോ കൊട്ടാരക്കരയെന്നോ നിങ്ങളെ തെരഞ്ഞെടുത്തത് ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാ. നിങ്ങളുടെ കുടുംബം നിങ്ങൾ ആരെ പോലെ ആകണം? ക്രിസ്തുവെന്ന തലയോളം വളരണം. അതിന് ദൈവം 5 ഗിഫ്റ്റിനെ കൊടുത്തു സഭയ്ക്ക്. ഏതൊക്കെയാ ഗിഫ്റ്റ്? അപ്പോസ്റ്റൽ, പ്രോഫറ്റ്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ഇവാഞ്ചലിസ്റ്റിനെ എല്ലാം കൊടുത്തത് ഇവരെല്ലാം കൂടെ പ്രയത്നിക്കും. എന്തിനു പ്രയത്നിക്കും? ഈ ഉണ്ടായി വീണ രക്ഷിക്കപ്പെട്ട വ്യക്തി പ്രവചനത്തിലൂടെ, ഉപദേശത്തിലൂടെ, ഇടയ ശുശ്രൂഷയിലൂടെ ഇവൻ വളർന്ന് ലോകക്കാരനെ പോലല്ല ആകുന്നത്. ഇവൻ ക്രിസ്തു എന്ന തലയോളം ക്രിസ്തുവിൻ്റെ ഭാവത്താൽ നിറയപ്പെട്ട് യേശുവിനെ അനുഗമിക്കുന്നവനാകണം എന്നുള്ളതാണ് ലക്ഷ്യം. ആ കപ്പലേലാണ് നമ്മൾ കയറിയിരിക്കുന്നത്.
നമ്മൾ കയറിയിരിക്കുന്ന ബസ്സിലെ ഡെസ്റ്റിനേഷൻ എഴുതിയിരിക്കുന്നത് ക്രൈസ്റ്റ് ലൈക്നെസ്. ആ ബസ്സിലോട്ടാ കയറിയത്. ഈ സ്നാനം തന്നെ എന്താ? ഈ ജലത്തിൽ മുങ്ങിയപ്പോൾ നമ്മൾ എന്താ ലോകത്തോട് പറഞ്ഞത്? യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഞാൻ ഏകീഭവിച്ച് ഞാൻ ക്രിസ്തുവിനെ ധരിച്ചവനായി പൊങ്ങുവരുന്നു. എനിക്ക് യേശുവിനെ പോലെ ആകാൻ, പാട്ട് പാടുമ്പോൾ അങ്ങനെ ആകാൻ എന്നെ സഹായിക്കണം. പ്രസംഗം കേൾക്കുമ്പോൾ യേശുവിനെ കുറിച്ച് ഞാൻ കേൾക്കണം. ഒരു പ്രവചനം കേൾക്കുമ്പോൾ യേശുവിൻ്റെ ഭാവം അല്ലാത്തതിനെ വെളിക്കൊണ്ടുവരണം. ഇത് എവറിത്തിങ് ഈസ് ഗിവൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഐ വിൽ മൂവ് ടുവേർഡ്സ് മൈ ഗോൾ വിച്ച് ഈസ് ക്രൈസ്റ്റ് ലൈക്നെസ്. പക്ഷേ സംഭവിച്ചത് 4:14 അങ്ങനെ ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന, അടുത്ത വാക്കെന്താ? തന്ത്രങ്ങളാൽ കുടുങ്ങിപ്പോകാതെ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളെ പോലെ എന്ന് പറഞ്ഞാൽ, പല നമ്മുടെ കപ്പലിനെയും നിയന്ത്രിക്കുന്നത് പ്രവാചകരാണ്. പല നമ്മുടെ കപ്പലിനെയും നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന അപ്പോസ്റ്റൽ, പ്രോഫറ്റ്, ഇവാഞ്ചലിസ്റ്റ് ഒക്കെയാ. പക്ഷേ ഈ കപ്പൽ പോകുന്നത് ഏത് തീരത്തോട്ടല്ല? യേശുവിനെ പോലെ ആകുന്ന തീരത്തോട്ടല്ല ഇത് പോകുന്നത്. ഈ കാറ്റ്, ഈ തിരമാല നമ്മളെ എന്തിലേക്കാക്കി? ശിശു കണക്കെ ആക്കി. അങ്ങനെയാണോ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? ശിശുക്കളെ പോലെ ആകാതെ. യു ഷുഡ് ബി മെച്യൂർഡ്. യു ഷുഡ് ലുക്ക് അറ്റ് യുവർ ഗോൾ ആൻഡ് റൺ ടുവേർഡ്സ് ഇറ്റ്. പക്ഷേ ടീച്ചിങ്, 4-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ ടീച്ചിങ് ഉണ്ട്, ഉപദേഷ്ടാക്കന്മാരെന്ന ശുശ്രൂഷയുണ്ട്. പക്ഷെ ഇവിടെ എന്തോ ഉണ്ട്? 4:14 എന്തോ ഉണ്ട്? ഉപദേശം. നമ്മൾ മനസ്സിലാക്കണം, 2 സുവിശേഷമുണ്ട്, 2 പ്രവചനമുണ്ട്, 2 ടീച്ചിങ് ഉണ്ട്, 2 ഇടയ ശുശ്രൂഷയുണ്ട്, 2 ലക്ഷ്യമുണ്ട് ആത്മീയതയിൽ. 2 സുവിശേഷം ഉണ്ടോ? 2 കൊരിന്ത്യർ 11:3 എന്നെ അതിശയിപ്പിച്ചത് ഇതേ വാക്കാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത്? മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും എന്ന ആ ഉപായമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ വാക്ക്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ അവിടെ എന്തിൽ നിന്ന് പോവും? വിശ്വാസത്തിൽ നിന്ന് പോകത്തില്ല, 2 വാക്ക് അന്യഭാഷ പോകത്തില്ല. എന്തു പോകും? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി. അതിനെ പൗലോസ് വിളിക്കുന്നത്, ഒരുവനിൽ ക്രിസ്തുവിന്റെ ദർശനം പോയാൽ, ക്രൈസ്റ്റ് ലൈക്നെസ് എന്ന ഗോള് പോയാൽ ആ വ്യക്തിയെ വിളിക്കുന്നത് വഷളായി പോയി. നീ രക്ഷിക്കപ്പെട്ടവനെയാ വിളിക്കുന്നത്, നീ വഷളായി പോയി. കാരണം നീ ഉപായത്താൽ ചതിക്കപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എല്ലാ പ്രാവശ്യവും ഒരാൾ പ്രസംഗിക്കുമ്പോൾ, എല്ലാ പ്രാവശ്യവും ഒരാൾ നമ്മളോട് ദൂത് പറയുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഏതാ ഉത്തരവാദിത്വം? ഇതെന്നെ യേശുവിങ്കലേക്ക് അടുപ്പിച്ചോ? ഇതെന്നെ ദൈവപദ്ധതിയിലേക്ക് നയിക്കുന്ന ദൂതാണോ ഞാൻ കേട്ടത്, അതോ എന്നെ ലൗകികനാക്കുന്ന ദൂതാണോ കേട്ടത്? സിമ്പിൾ, ഇറ്റ്സ് വെരി സിമ്പിൾ. ഇനി ഇത്രയും ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ 5:6 വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതേ പദം അവിടെ പിന്നെയും എഴുതുന്നു. വ്യർത്ഥ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. എന്നിട്ട് അടുത്ത വാക്ക് കേൾക്കണം, ഈ വക നിമിത്തം എന്തോ വന്നു. വിശ്വാസികളോടായി എഴുതുന്നത്. പക്ഷെ അനുസരണം കെട്ടവരെന്നുള്ള പദം ആർക്ക് ഉപയോഗിച്ചതാ? 2 ലോകമനുഷ്യൻ ഉപയോഗിച്ചതാ. വിശ്വാസിയോട് പറയുകയാണ് വ്യർത്ഥവാക്ക്. എന്തോ ഈ വ്യർത്ഥവാക്ക് എന്നറിയാം? പണക്കോതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നവന്റെ വീട്ടിൽ, ഇമ്മോറാലിറ്റിയിൽ ജീവിക്കുന്നവന്റെ വീട്ടിൽ, ലോകമനുഷ്യൻ പോലും ചെയ്യാത്ത കള്ളത്തരം കാണിക്കുന്നവന്റെ വീട്ടിൽ, വിസ തട്ടിപ്പ് നടത്തുന്നവന്റെ വീട്ടിൽ, കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവന്റെ വീട്ടിൽ നമ്മുടെ പ്രവാചകൻ വന്ന് പറയുന്നത് എന്തുവാ? ബ്രദറിനെ കർത്താവ് മാനിക്കാൻ പോവാ ഇനിയും. അതിനെ വിളിക്കുന്നത് എന്തുവാ? വ്യർത്ഥ വാക്കാണത്. കേട്ടപ്പോൾ സുഖം ഉണ്ടായോ? കേട്ടപ്പോൾ ഭയങ്കര സുഖം ഉണ്ടായി.
പ്രാർത്ഥിക്കാത്തവനെ നോക്കി, പോണോഗ്രഫി കാണുന്നവനെ നോക്കി, ഒരു ബന്ധവും കർത്താവുമായിട്ടില്ല, മുങ്ങിപ്പൊങ്ങി എന്നുള്ളതല്ലാതെ ഒരു ബന്ധവും ഇല്ലാത്തവനെ നോക്കി ഇന്നത്തെ ആലോചനക്കാരൻ പറയുന്നത് എന്താ? കർത്താവിൻ്റെ വലിയ ഫേവർ ബ്രദറിന്റെ മേലുണ്ട്. 5:6 പൗലോസ് ഇതാ പറയുന്നത്, വ്യർത്ഥ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്, അത് നിമിത്തം എന്തോ വരും നിന്റെ മേൽ, അവസാനം നിന്റെ മേൽ ദൈവ കോപം വരും. കാരണം മുങ്ങിപ്പൊങ്ങിയത് ഒരു ടിക്കറ്റ് അല്ലായിരുന്നു അങ്ങോട്ട് നേരെ പോവാൻ, ഇതൊരു ബിഗിനിങ് ആ മുങ്ങിപ്പൊങ്ങുന്നത്. എല്ലാ ദിവസവും യേശുവിനെ പോലായി തീരാനുള്ള ആ ഒരു വാഞ്ചയിൽ ജീവിച്ചില്ല എങ്കിൽ, ഫിലിപ്പിയ ലേഖനത്തിൽ ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പ്രവാസകാലം എങ്ങനെ കഴിക്കണം? ഭയത്തോടും വിറയലോടും കൂടെ. കൃപയിൽ നിന്നൊരാൾ വീഴാൻ സാധ്യതയുണ്ടോ? ഒരിക്കൽ കൃപ അനുഭവിച്ചു, വീഴാൻ സാധ്യതയുണ്ടോ? ഗലാത്യ ലേഖനത്തിൽ എന്ത് വ്യക്തമായി പൗലോസ് പറയുക, വേറൊരു സുവിശേഷത്തിലേക്ക് പോയി. ഏത് സുവിശേഷം? എന്നെ കറക്റ്റ് ചെയ്യാത്ത സുവിശേഷം, ഞാൻ പോകുന്ന വഴി എന്നെ അടിക്കുന്ന ആ വഴി. എന്ത് വഴിയാണോ ഞാൻ നടക്കുന്നത്, ആരും എന്നോട് പറയുന്നില്ല ഇത് തെറ്റാണെന്ന്. എൻ്റെ കുടുംബ വഴക്ക് തെറ്റാണെന്ന് ആരും പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുന്നത് ആർക്കും വെളിപ്പെട്ടില്ല. എല്ലാവർക്കും വെളിപ്പെട്ടത് ഈ 2ാമത്തെ കാറ് മാറി 3ാമത്തെ കാറ് വാങ്ങിക്കാൻ പോകുന്നു. അതുപോലെ ഈ പറയുന്ന വെയിൽസിൽ ഒരു സീസണിലേക്ക് ആ ബ്രദറിനെ കൊണ്ടുവന്നിരിക്കുന്നത്, ദൈവത്തിൻ്റെ വരവ് താമസമെങ്കിൽ പ്രാർത്ഥിച്ചോ. എനിക്കറിയാം ഇന്ന് ഇതൊന്നും നടക്കത്തില്ല, പ്രാർത്ഥിച്ചോ. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് ദൈവം നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനെ ബൈബിൾ വിളിക്കുന്നത്, ഇത് വ്യർത്ഥവാക്കാണ്, വ്യർത്ഥവാക്കാണ്. ഇതിന് ജീവൻ തരാൻ കഴിയത്തില്ല, ഇതിനെന്നെ ജഡീകനാക്കാനുള്ള ശക്തിയേ ഉള്ളൂ. പിന്നെ എൻ്റെ പ്രാർത്ഥന എന്തോ ആയി, എനിക്ക് എങ്ങനെയല്ലോ ഓസ്ട്രേലിയ പോകണം. അതിനാരെയാ ഇപ്പം വിളിക്കുന്നത്? പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് എന്നോടൊന്ന് പറയാമോ? 4-ാം അധ്യായത്തിലെ പ്രവചന ശുശ്രൂഷയെ നമ്മൾ എന്താക്കി? വ്യർത്ഥവാക്കാക്കി. പ്രവചനം എന്തിനാ ദൈവസഭയിൽ ദൈവം കൊടുത്തിരിക്കുന്നത്? യേശുവിനെ പോലല്ലാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തി കാണിക്കാൻ. അതാ കൊരിന്ത് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, പ്രവാചകർ സഭയിലുണ്ടെങ്കിൽ ഒരാൾ കയറി വന്നാൽ അവര് നെടുമ്പാട് വീണ് താഴെ വീഴും. കാരണം അവന് മാത്രം അറിയാവുന്ന രഹസ്യ പാപങ്ങൾ ഇവിടുന്ന് വിളിച്ചു പറയും. ഇങ്ങനെ ആയിരുന്നു നമ്മുടെ പെന്തക്കോസ് മാർഗത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ. ഞാൻ എൻ്റെ കൊച്ചിലെ അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എൻ്റെ ഭവനത്തിൽ, അയിരൂര് ഭവനത്തിൽ നടന്നൊരു കോട്ടേജ് മീറ്റിംഗ് വേഗമായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നു. വാര്യാപുരം യോനാച്ചാൻ എന്ന് പറഞ്ഞ ആള് കോട്ടേജ് മീറ്റിങ്ങിന് വന്ന് ഇച്ചിരി ഒരല്പം വചന ശുശ്രൂഷ കഴിഞ്ഞ് സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി അയിരൂർ ചർച്ചിലെ സെക്രട്ടറിയുടെ തലേ കൈവച്ച് ആർക്കും അറിയാത്ത രഹസ്യ പാപം ഉറക്കെ പറഞ്ഞു. നിങ്ങൾക്ക് അപ്പോൾ ഊഹിക്കാം അവിടെ നടന്ന അവസ്ഥ. എല്ലാവരും ഭയത്താൽ വിറച്ചു. അടുത്ത ദിവസം കോട്ടേജ് മീറ്റിങ്ങിന്റെ പകുതിയായി മാറി, ആരും വന്നില്ല. ഇന്നൊരു പ്രവാചകൻ വന്നാലോ ഏറ്റവും ആൾ അന്നായിരിക്കും. കാരണം എന്തോ ഈ പറയുന്നത് മൊത്തം, ബ്രദറേ നല്ലൊരു കാര്യം ദൈവം കരുതി വെച്ചിട്ടുണ്ട്, ഇതൊന്നുമല്ല, ഇന്നുള്ളതൊന്നുമല്ല. ഇത് ആത്മീക യുദ്ധം. ഏതാ ആത്മീയ യുദ്ധം? എൻ്റെ വണ്ടി പോയപ്പോൾ ടയർ പൊട്ടിയതല്ല, അത് ടയർ നേരത്തെ നോക്കണമായിരുന്നു. ഞാനിപ്പോൾ കയറിയ വണ്ടിയിലും ഞാൻ പറഞ്ഞു ടയർ വെട്ടിത്തെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമാണ്, അത് ശരിയാക്കിയാൽ മതി. നമ്മൾ ഓർത്ത ആത്മീയ യുദ്ധം ഓടി പോകുന്ന വഴി ടയർ ഊരിപ്പോകുന്നു, ടയറിൻ്റെ വെടി തീരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ കാൽ അങ്ങോട്ട് പോയി. ഇത് വലിയ യുദ്ധമായി ദിവസങ്ങളിൽ. അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഏറ്റവും വലുതെന്താണെന്നറിയാം, താഴെ വീണ് നടുവിടിക്കുന്നതിനെക്കാട്ടിൽ ഭയങ്കരമാണ് യേശു എൻ്റെ കണ്ണിൽ നിന്ന് പോകുന്നത്. ഞാൻ രോഗിയായി മാറുന്നതിനെക്കാട്ടിൽ ഭയങ്കരമല്ലേ വ്യർത്ഥവാക്ക് എൻ്റെ ചെവി കയറിയത് മാത്രമല്ല, അത് നിമിത്തം ദൈവ കോപത്തിന്റെ ഇരയായി ഞാൻ മാറുകയാണെന്ന്. ഈ ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിംഗ് ദൈവ നിയോഗത്താൽ, ഇത് മനുഷ്യന്റെ ആലോചനയിൽ നടക്കുന്ന ഒന്നല്ല. ദൈവത്തിന് നമ്മളെ സ്നേഹമുള്ളത് കൊണ്ട് നിങ്ങളിൽ ചിലരെ വ്യക്തിപരമായി ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഉള്ളിലുള്ള രഹസ്യ പാപം ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും ഇത് നല്ലതായി അറിയാവുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഈ നിമിഷം ഇരിക്കുന്നത്. ദൈവകോപം തലയിൽ വിളിച്ചു വരുത്താതെ, ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലാതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിച്ചു പോവാ, സംതൃപ്തിയോടെ ജീവിച്ചു പോവാ. ഒരു ദൂത് കേട്ടു, ദൂത് കേട്ടപ്പോൾ അത് കാറ്റടിച്ച പോലായി. ബോട്ടിന്റെ ഗതി ഇനി എങ്ങോട്ട് പോവും? അങ്ങോട്ട് പോവും. ഇതൊക്കെ ഏറ്റവും കൂടുതൽ വെളിപ്പെടുന്നത് കല്യാണ സമയത്താണ്. ഈ കാറ്റും കോളുകളും കൂടുന്നത് കല്യാണപ്രായമാകുമ്പോൾ 3 ആലോചന വന്നു. ആ സമയത്ത് എന്തിനും തിരഞ്ഞെടുക്കണം? നമ്മുടെ വലിയ പ്രാർത്ഥനയല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലാണ് അത് കൂടുതൽ. ഒന്നാമത്തെ നമ്മളിപ്പം 3 ടേബിളെ വെച്ചപ്പോഴേ ഒരാൾ UK എന്നുള്ളതാണ്, ഒരാൾ ദുബായിലാണ്, ഒരാൾ രാജസ്ഥാനിലാണ്. നമ്മുടെ മനസ്സ് ഓൾറെഡി ഉറച്ചു, ഏതാ? UK. അത് ഇനിയും പക്ഷെ നമുക്കൊരു കൺഫർമേഷൻ വേണം. അപ്പോൾ നമ്മൾ ഈ ലോകം മൊത്തമുള്ള നമ്പറൊക്കെ എടുത്ത് വിളിക്കുക, ഒന്ന് പ്രാർത്ഥിക്കണേ, കല്യാണത്തിൻ്റെ കാര്യം ഒരു മേജർ ഡിസിഷൻ, അറിയാമല്ലോ. നമ്മൾ അങ്ങോട്ട് പറയുക, അറിയാമല്ലോ, ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ആദ്യത്തെ ആള് പറഞ്ഞത്, ഇപ്പം നിന്റെ കണ്ണിൽ തോന്നുന്നതല്ല യഥാർത്ഥമായി ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്, നീ കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. ഒരു ചെറിയ ക്ഷീണമായിപ്പോയി. കണ്ണിൽ തോന്നിയ ഏതാ? UK. അപ്പൊ പറഞ്ഞ ആള് വ്യക്തമായി പറഞ്ഞു, നിന്റെ കണ്ണിൽ ഇപ്പോ ഇതാണ് എന്ന് ചിന്തിക്കുന്നതല്ല, നീ വെയിറ്റ് ചെയ്യണം. ആള് നിർത്തുമോ പ്രാർത്ഥന? അടുത്ത ആളെ വിളി. എപ്പ കേൾക്കുമോ നീ ആയിരിക്കുന്ന രാജ്യത്തിൽ നിന്ന് നീ അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് കിട്ടി. പാസ്റ്റർക്ക് ദൈവകൃപയുണ്ട്. കാരണം എന്താ? ഞാൻ ആഗ്രഹിച്ചത് പാസ്റ്റർ പറഞ്ഞു. ഇതാണോ നമ്മുടെ ഇടയിൽ നടക്കുന്നത്? അതിന് റെഡ് സിഗ്നൽ കാണുന്നു, ഗ്രീൻ സിഗ്നൽ കാണുന്നു, യെല്ലോ അധികം കാണാറില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ സന്തോഷിപ്പിച്ച് അപ്പൊ ഈ UK രണ്ടും ഉണ്ടാകുമ്പം ഒരുമിച്ചാകുന്ന ദിവസം പറഞ്ഞാക്കൊരു ക്രെഡിറ്റ് വേണ്ടേ? ഞാൻ ആ ആലോചന പറഞ്ഞെന്ന് ഓർത്തോണം കേട്ടോ. ഞാൻ ആ വഴിക്കോട്ട് വരുന്നുണ്ട്. എന്തിന്? എന്നെ ആ വീട്ടിൽ താമസിപ്പിക്കണം, എനിക്ക് നല്ല കൈമടക്ക് തരണം. കാരണം ആരാ ദൂത് പറഞ്ഞേ? ഞാൻ. ഇതെന്തുവായി നടക്കുന്നത്? ഇത് കച്ചവടമാണ് നടക്കുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യം പറയുന്നു, ആ പറഞ്ഞത് നിമിത്തം ഞാൻ മെച്ചം ഉണ്ടാക്കുന്നു. ഇതൊരു സൈക്കിളായിട്ട് പോകും. ഈ ദൂത് പറഞ്ഞത് എന്തേലും ഈ പറഞ്ഞ പോലെ എന്തോ ദൂത് കേട്ടാലും ആള് വിനയത്തോടും ദൈവകൃപയോടും ജീവിച്ചില്ലെങ്കിൽ എന്തോ പറ്റും? കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും. ഈ പറഞ്ഞ നല്ല ദൈവത്തിന് ഇതോ ഗ്രീൻ സിഗ്നൽ എന്ന് പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ് മനസ്സിലായി ആളിന് വേറെ റിലേഷൻഷിപ്പ് കൊണ്ട് മുഴുവൻ പ്രശ്നമാണ്, മെസ്ഡപ്പാ. ആളെ ഒന്ന് തിരിച്ചു വിളിച്ചു ചോദിക്കും, പാസ്റ്ററെ ഒരു വാക്കില റിയല്ലേ അതൊന്നേ ഇതുവരെ തെറ്റിയിട്ടുള്ളെന്ന് പറയും. ഇത് നേരിട്ട് അനുഭവിച്ച ആളുകളിൽ നിന്ന് ഞാൻ കേട്ട് മനസ്സിലാക്കി പറയുന്നതാണ്, ചുമ്മാ പറയുന്നതല്ല. ഒന്നേ ഇതുവരെ തെറ്റിയിട്ടുള്ളൂ. കാരണം എന്താണെന്നറിയാം? ഇതിനുള്ളതല്ല പ്രവചനം. ലക്ഷണം വെച്ച് തത്തമ്മയും കൊണ്ട് എടുപ്പിക്കുന്ന പരിപാടിയല്ല പ്രവചനം, അത് ജാതീക പരിചയമാണ്. ആരെ വിവാഹം കഴിക്കണം? നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മനിറവുള്ള നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ തീരുമാനമെടുക്കണം? ലോകക്കാരനെ പോലെ അല്ല തീരുമാനമെടുക്കേണ്ടത്. ലോകക്കാരന് പണമാ വലുത്, ലോകക്കാരന് രാജ്യം, ഏത് രാജ്യമാ അതാ വലുത്. ആത്മനിറവുള്ളവൻ പ്രാർത്ഥിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാട്ടും പാടിക്കണം. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. അങ്ങനെ ഒരാളെ ദൈവം കളിപ്പിക്കുമോ? ദൈവം കളിപ്പിക്കത്തില്ല. നിന്റെ മുമ്പിൽ 1, 2, 3 അടയാളം ദൈവം തരും. ഒന്നിൽ ആ വ്യക്തിയുടെ വാക്കിലൂടെ വരും, ഇവൻ ആത്മീകനല്ല എന്ന് വ്യക്തമായി നിനക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും പറയാത്ത ഒരാള് ഫോൺ ചെയ്ത് പറയും, വിവാഹത്തിന് വല്ല ആലോചിക്കുന്നുണ്ടോ? യു ഷുഡ് ബി കെയർഫുൾ. ദൈവത്തിന്റെ ശബ്ദം യു വിൽ നോട്ട് മിസ്. നമ്മുടെ ഹൃദയം സിൻസിയർ ആയിട്ട് എനിക്ക് പണമല്ല വലുത്, എനിക്ക് ദൈവമാ വലുതെന്നൊരു മനുഷ്യന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവനെ ദൈവം കളിപ്പിക്കത്തില്ല. വക്രനോട് ദൈവം വക്രത ചെയ്യും.
വ്യർത്ഥ ബുദ്ധി പിടിച്ചവൻ വ്യർത്ഥ ആലോചന കേൾക്കും. ഉള്ളം വ്യർത്ഥ ബുദ്ധിയിലാണെങ്കിൽ ദൈവം അനുവദിക്കും വ്യർത്ഥ ആലോചന നീ പോയി കേക്ക്. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും, ഐ ആം ഇൻ എ ബിഗ് മെസ് ഇൻ മൈ ലൈഫ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാം, അവിടെയും ദൈവം നമ്മളെ കൈവിടത്തില്ല. ആ മെസ്സിനകത്തും ഇറങ്ങി അതിനെ നന്മയ്ക്കായി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ കഴിയാതെ വണ്ണം കാലുകൾ എഴുത്തു വെച്ച് ഒരുപാട് ബോട്ട് അകന്നു എന്ന് തോന്നിയാൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ മതി. ലോർഡ്, എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാ ചിന്തിച്ചത്. ഞാൻ ഇവിടെ ഈ ലോകത്തിൽ ഇപ്പൊ ഈ വെയിൽസിൽ ഇവിടെ ഇരിക്കുന്നു. മറിയ പറഞ്ഞതുപോലെ എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നടക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായി വഴി തിരിച്ചുവിടുന്ന ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ അത് സ്ഥിരമായി ദൈവം അയക്കും. This message is not to condemn any of you. This message is not just to let you know, wake up. ഉപദേശത്തിലൂടെ ചതിവുണ്ടാവും, ആലോചനയിലൂടെ ഉപായത്തിൽ നീ യേശുവിനെ പോലെ ആകാതെ വണ്ണം നീ ലൗകികനായി മാറും. ഇതാണ് ആത്മീക യുദ്ധത്തിൽ പിശാചിന്റെ തന്ത്രം. പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കാതെ ഒരാൾ നമ്മളോട് ഒരു ജഡീകൻ ഒരു ആലോചന പറഞ്ഞാൽ നമ്മൾ എന്തോ പറയും? ഒന്നും കേൾക്കല്ലോ കേട്ടോ, അവരൊന്നും പറയുന്നത് കേൾക്കല്ലോ, പുള്ളി ആത്മീയനൊന്നും അല്ല. പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ വചനത്തിലൂടെ തെറ്റിക്കും. വചനത്തിലൂടെ തെറ്റിക്കോ? അത് എക്സ്പ്ലനേഷനില്ല, മനസ്സിലാകത്തില്ല. യേശുവിനെതിരെ പിശാച് ഉപയോഗിച്ച തന്ത്രം എന്തുവായിരുന്നു? വചനം. ഉയർന്ന ഗോപുരത്തിന്റെ മേളിൽ കൊണ്ടുപോയി എടുത്ത് ചാടിക്കോ. കാരണം എന്താ? അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. വചനം വചനം വചനം. യേശുവിൻ്റെ അടുക്ക പിശാച് പ്രയോഗിച്ചത് തന്ത്രമാണ്. പക്ഷെ അത് എങ്ങനെയുള്ള തന്ത്രമാണെന്നറിയാമോ? വിവേചിച്ചറിഞ്ഞ യേശു മനസ്സിലാക്കി ഉടൻ തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് മാത്രമല്ല എഴുതിയത്, ഇറ്റ് ഈസ് റിട്ടൺ ഹാസ് ടു ബി ബാലൻസ്ഡ് വിത്ത് ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ. കർത്താവ് രോഗം സൗഖ്യമാക്കുമോ? ഇറ്റ് ഈസ് റിട്ടൺ ഗോഡ് വിൽ ഹീൽ യു, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ ഹിസ് ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. അല്ലേ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? വചനം വെച്ച് പ്രാർത്ഥിച്ചു, അവസാനം വലിയൊരു നിരാശ ജീവിതത്തിൽ വരുമ്പോൾ ലക്ഷ്യം തെറ്റിപ്പോയ കപ്പൽ പോലെ ഈ സൺഡേയിൽ ഈ ഹോളിൽ വന്നിരിക്കുമ്പോൾ വർഷിപ്പ് ലീഡർ പറയുന്നുണ്ട് കർത്താവിനെ സ്തുതിക്കാതെ, പക്ഷെ ഉള്ളിൽ മുഴുവൻ വേദനയായി ഞരങ്ങി കർത്താവിനെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ചിന്തകളോട് ഇവിടെ വന്നിരിക്കാൻ പിശാച് പുറകിക്കൂടി നിൽക്കുക. ആത്മീയുദ്ധം എന്താണെന്നറിയോ? നമ്മളെ സ്തുതിപ്പിക്കാതെ വണ്ണം, നമ്മുടെ കരങ്ങൾ പൊക്കി ദൈവത്തെ നീ നല്ലവനാ കർത്താവേ എന്ന് പറയാതെ വണ്ണം ലൗകികതയിൽ കൊണ്ടുവന്നിട്ട് ജീവിത ഭാരങ്ങൾ കൂട്ടി ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുത്തി വ്യർത്ഥ ബുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവ കോപത്തിന് ഇരയാക്കി തീർക്കാനാ പിശാചിന്റെ ലക്ഷ്യം. 4:14 നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? ഞാൻ പറയുക, പിന്നെയും മനസ്സിലാക്കാതെ പോകരുതേ. അങ്ങനെ മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം നോക്കണം. ആ കുടുക്കം എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാ ഫ്രം ബൈബിൾ, ഫ്രം ടീച്ചേഴ്സ്, ഫ്രം പ്രീച്ചേഴ്സ്. അങ്ങനെയാണെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിക്കണം, ഈസ് ദിസ് ഗോയിങ് ടു ടേക്ക് മീ ടു ജീസസ്? അല്ല, 1 million സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ഇറ്റ് മസ്റ്റ് ബി ട്രൂ. നെവർ സബ്സ്ക്രൈബ് ബിക്കോസ് ഇറ്റ്സ് 1 million. നെവർ ലൈക്ക് ബിക്കോസ് സോ മെനി പീപ്പിൾ ആർ ലൈക്കിംഗ് ഇറ്റ്. നോ, ഇവിടെ പറയുന്നത് ഉപദേശത്തിലൂടെയാണ് അവൻ വിരുത് തെറ്റിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവനെ ബൈബിള് പിടിച്ചോണ്ടാ പിശാച് നിൽക്കുന്നത്, ഇവനെ തെറ്റിക്കാൻ വേണ്ടി ദൂത് പറയിപ്പിച്ച് ഇവനെ യേശുവിങ്കൽ നിന്ന് മാറ്റണം. എന്നിട്ട് ഇനി 15ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒയ്യോ, അപ്പോൾ
ഇതിൻ്റെ ആൻറ്റി ഡോട്ടാ പറയുന്നത്. 4:14 പ്രോബ്ലം പറയുകയാണ്. പീപ്പിൾ വിൽ നോട്ട് ടെൽ യു ദ ട്രൂത്ത്, ദേ വിൽ ഡിസീവ് യു. ചതിക്കും, ഉപായം പ്രയോഗിച്ച് കൗശലവാക്ക് പറയും. അത് പ്രയോഗിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് അപ്പൊ വാസ്തവത്തിൽ പറ. പിന്നെയും ഞാൻ പറയുകയാണ്, ഇന്നത്തെ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഇരുന്ന സമയത്ത് ഈ 15-ാമത്തെ വാക്യം ഒരു വലിയ ബേർഡൻ അഗെയിൻ. നമ്മൾ നമ്മുടെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് വ്യർത്ഥ ആലോചന പറഞ്ഞു കൊടുക്കുമോ? സത്യം ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി പറയോ? പക്ഷെ നമ്മൾ ചിലർക്ക് എന്തോ പറ്റിയെന്നറിയോ? നമ്മൾ പറയും ഐ വാല്യൂ റിലേഷൻഷിപ്പ്. എങ്ങനെയാ അവരോട് പറയുന്നത്? ആള് കണ്ടീഷൻ അല്ല എന്ന് നമുക്കറിയാം. ആള് ജോലിയുടെ സ്ഥലത്ത് സാമ്പത്തികമായിട്ട് കുടുംബപരമായി ആള് പെന്തിക്കോസ് പോയിട്ട് ഒരു ക്രൈസ്തവ നോമിനൽ ക്രിസ്ത്യന്റെ ക്വാളിറ്റി പോലും ആളിനില്ല. ആ വ്യക്തിയെ നമ്മൾ തോളെ കൈയിട്ട് മനസ്സിലാക്കുന്ന എന്താണെന്നറിയോ? യു ആർ ഓക്കെ, യു ആർ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളടാ, മൈക്ക് തരാം, നീ പാടുകയും ചെയ്തോണം, നീ എങ്ങനെയെങ്കിലും വാ, നമ്മൾ ഒരുവനായി നീ വളർന്നോണം. ഇവൻ എപ്പോഴെങ്കിലും അവൻ്റെ ബുദ്ധിയിൽ ദൈവം അവനോട് സംസാരിക്കുമോ? ചിലപ്പം ദൈവത്തിൻ്റെ അമാനുഷികമായ രീതിയിൽ സംസാരിച്ചേക്കാം. പക്ഷെ ദൈവം വെച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴി എന്താ? സ്നേഹത്തിൽ ഇവനോട് സത്യം പറയണം. ബ്രദറെ, അവനെ ഒരു കോഫിക്ക് കൊണ്ടുപോയി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പറയണം, ഈ സംസാരം ബ്രദറെ നമുക്ക് ചേർന്നല്ല. നിങ്ങളുടെ ഈ ജീവിത ശൈലി ഉണ്ടല്ലോ, ദൈവവചനത്തിന് നിരക്കുന്നതല്ല. അങ്ങനെ പറഞ്ഞാൽ എന്തോ സംഭവിക്കും? ഒന്നിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ ആ വ്യക്തി നിത്യത മുഴുവൻ നിങ്ങളോടും നന്ദിയുള്ളവനായിരിക്കും. ഒന്നിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആ ദിവസം മുതൽ ആ വ്യക്തി പിന്നെ ഫോൺ എടുക്കത്തില്ല, ആ വ്യക്തി നിങ്ങളുടെ മുഖത്ത് നോക്കത്തില്ല, മുഖം തരത്തില്ല. അയ്യോ, എന്നെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു, എന്നെ അവരാരും ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ പ്രാർത്ഥനയോട് ചെയ്യണം ആ സത്യം സ്നേഹത്തിൽ പ്രാർത്ഥനയോട് ചെയ്താൽ നിത്യത വരെയും അവൻ നന്ദിയുള്ളവനായിരിക്കും. എന്നോട് ആരും അത് പറഞ്ഞില്ലായിരുന്നു. അന്ന് ബ്രദർ അത് പറഞ്ഞുകൊണ്ട്, സിസ്റ്റർ ആയിരിക്കാം വേറൊരു സിസ്റ്ററോട് അത് പറഞ്ഞതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിനെ ആ നിമിഷം മാറ്റുകയായിരുന്നു. എനിക്കിങ്ങനൊരു അനുഭവം ഈ പ്രാവശ്യം അതിൻ്റെ ഒരു സാക്ഷ്യം കേട്ടു. നിങ്ങളുടെ പ്രചോദനത്തിന് വേണ്ടി ഞാൻ പറയാം. ഒരിക്കൽ പോലും ചിന്തിക്കരുത് ഞാൻ എന്നെ തന്നെ ഉയർത്തുകയാണെന്ന്. അതെനിക്ക് ലാസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ പേഴ്സണൽ സ്റ്റോറീസോ കാര്യങ്ങളോ അധികം ഞാൻ ഉപയോഗിക്കാത്തത് തന്നെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അയർലൻഡിൽ ഈ മെയ് മാസം വന്നായിരുന്നു. എന്നെ ഒരു സഹോദരൻ വീട്ടിൽ കഴിക്കാൻ കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ ഡിന്നർ കഴിക്കാൻ കൊണ്ടുപോവുകയാണ്. കേറിയ നിമിഷം മുതൽ ഫ്രം ദ ഫസ്റ്റ് മിനിറ്റ് എന്നോട് പറയുന്നത് മുഴുവൻ, പാസ്റ്ററെ ഞങ്ങൾ UK വന്ന ഒരു അത്ഭുതമാണ് പാസ്റ്ററെ ഞങ്ങൾ ഈ വാഹനം ഞങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു പാസ്റ്ററെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വീട് പാസ്റ്റർ കാണുമ്പോഴേ അതറിയത്തുള്ളൂ, ഇതെല്ലാം ദൈവമാണ് പാസ്റ്ററെ. കുറേ ആയി എൻ്റെ മനസ്സാകെ അസ്വസ്ഥതപ്പെടും. ഓരോന്ന് കേൾക്കുമ്പോഴും എനിക്ക് ഓരോരോ അസ്വസ്ഥതയാണ്. എൻ്റെ മനസ്സിൽ വലിയ വടംവലി. ഞാൻ വാഹനത്തെ ഇരിക്കുകയാണ്, വലിയ വടംവലി. ഞാൻ എങ്ങോട്ടാ പോകുന്നത്? കഴിക്കാൻ പോവാ. എൻ്റെ വടംവലി ഇതാണ്, ഞാൻ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഇവനോട് എന്താ അടുത്ത പറയാൻ പോകുന്നത്? സ്തോത്രം, ദൈവം എന്ത് വലിയവനല്ലേ, ഇതാണോ ഞാൻ പറയാൻ പോകുന്നത്? അതോ ബ്രദറെ ഈ വാഹനത്തെ കാട്ടി നല്ല വാഹനം ഹൈന്ദവർക്കും ഉണ്ടാകും, ഇതല്ല കാര്യം, ഞാൻ എന്ത് പറയും? സംഘർഷം, ബിൽഡിംഗ് അപ്പ്. വാത് അടയ്ക്കുന്നില്ല. ഹി ഈസ് ലൈക്ക് എ ടാപ്പ്. ഓപ്പൺ ചെയ്ത് ഹി ഈസ് എക്സൈറ്റഡ് ടു ഷെയർ മീ. ഹി ഈസ് എ സിൻസിയർ പേഴ്സൺ. അതും ഞാൻ പറയാം. ഹി ഈസ് നോട്ട് എ ക്രൂക്ക്, ഹി ഈസ് നോട്ട് എ കണ്ണിങ് മാൻ, ഹി ഈസ് എ വെരി സിൻസിയർ പേഴ്സൺ. എന്നെ കണ്ട സന്തോഷത്തിൽ പാസ്റ്റർ പ്രസംഗം കേട്ടിട്ടുണ്ട്, പാസ്റ്റർ എൻ്റെ കൂടെ ഇരിക്കുക, ഐ കനോട്ട് ബിലീവ് എന്ന് പറഞ്ഞോണ്ട് ഇതെല്ലാം പറയുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഈ വാക്യം ഞാൻ ഓർത്തു, സത്യം പറയണേ ഇവരോട്. ഞാൻ പറഞ്ഞു ഈ ചെറുപ്പക്കാരനോട്, ഫാമിലി ആളാണ്, കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു ബ്രദറെ, see these are not the things how you measure the love of God. ദൈവസ്നേഹം അളക്കപ്പെടുന്നത് ഇതിലല്ല, ദൈവസ്നേഹം അളക്കപ്പെടുന്നത് ജോലിയിലല്ല. നാളെ ജോലി പോയാൽ എന്തോ ചെയ്യും?
നാളെ ശരീരത്തിൽ രോഗം വന്നാൽ എന്തോ ചെയ്യും? യേശു നല്ലവനല്ലാതെ വരുമോ? അത്രയും നേരം സംസാരിച്ച് എക്സൈറ്റഡ് ആയിരുന്ന ആടെ ഫേസ് മാറി. ഹി ഈസ് ഹോൾഡിംഗ് ദ സ്റ്റിയറിംഗ്. ഹി ഈസ് നോട്ട് ഈവൻ ലുക്കിംഗ് അറ്റ് മീ. ബട്ട് ഐ വാസ് പ്രിപ്പയർഡ് ഇൻ ദാറ്റ് വേ. ഐ നോ സംതിങ് വിൽ ഹാപ്പൻ. വീട്ടിൽ പോവുക, ബട്ട് ഇറ്റ് ഈസ് കൺഫ്രണ്ടിങ്. ഇടിക്കുക, രണ്ടും ഇടിക്കുക. പോയി കാര്യങ്ങളൊക്കെ കഴിച്ചു, സമാധാനമായിട്ട് തിരിച്ചു വന്നു. ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്, ദ സെയിം പേഴ്സൺ. എന്നെ മാറ്റി നിർത്തി പറഞ്ഞത്, പാസ്റ്ററെ, ഐ വിൽ നെവർ ഫോർഗെറ്റ് ദാറ്റ് നൈറ്റ്. അന്ന് പാസ്റ്ററോട് സംസാരിച്ചു. പാസ്റ്റർ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ആ ബുദ്ധി എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. അന്ന് മുതൽ ഞാനും എൻ്റെ വൈഫും പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. പറഞ്ഞ എന്തുവാണെന്നറിയാം പാസ്റ്ററെ? ഈ വാഹനവും ഞാൻ മാറ്റാനിരിക്കുമായിരുന്നു. ദൂത് കേട്ടിട്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ മാറ്റത്തില്ല. ഈ വീട്ടിൽ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. ഇതല്ല, യേശുവിനെ പോലാകുന്നതാണെന്ന് ദൈവം ഉള്ളി മനസ്സിലാക്കിയത്. യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുക, യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. വേറൊരാൾ ആത്മീക യുദ്ധത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ചവിട്ട് കൊടുക്കുക. ഈ വശത്തു നിന്ന് അവൻ താഴെ വീഴും. എങ്ങനെയാ ചവിട്ടെന്നറിയാം? ഈ ലൗകികനായി ജീവിക്കുന്ന ആളോട് പറഞ്ഞാൽ മതി, എടാ നിന്റെ കഴിവ് ഭയങ്കരമാടാ. ഒരു വാക്ക് അവനോട് പറഞ്ഞാൽ മതി. എടാ നീ വരുമ്പോഴാണ് എന്തോ ആയാലും, നീ വരാതിരിക്കരുത്, നീ ഒരു സംഭവമാണ്. ഇവനോട് 3 പ്രാവശ്യം പറഞ്ഞാൽ മതി, ഇവൻ ഒരിക്കലും മനസ്സിലാകത്തില്ല ഇവൻ പോകുന്ന വഴി തെറ്റാണെന്ന്. ഒരിക്കലെങ്കിലും അവനെ മാറ്റി നിർത്തി പറയണം, എടാ എല്ലാം നല്ലതാ, പക്ഷെ യു ആർ ഓൺ എ റോങ് ട്രാക്ക്. നീ തെറ്റായ ഒരു ദിശയിലാണ് പോകുന്നത്. അവനെ വ്യർത്ഥബുദ്ധി പറഞ്ഞ് ദൈവകോപത്തിന് അവനെ ഇരയാക്കി കൊടുക്കരുത്. ദൈവകോപം അവൻ്റെ മേൽ വീഴാതിരിക്കാൻ വേണ്ടി അവനെ മാറ്റി നിർത്തി പ്രാർത്ഥനയോട് പറയണം, എടാ ആത്മീയുദ്ധത്തിൽ നീ തോറ്റുപോകും. നിന്റെ ഈ ലൈഫ് നീ മാറ്റിയില്ലെങ്കിൽ നിനക്ക് വലിയ നഷ്ടം വരും. ടാബർനാക്കിൾ പെൻഡക്കോസ്റ്റൽ ചർച്ചിനോട് ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാം, ഇതിനകത്ത് സത്യം മാത്രമേ മുഴങ്ങാവൂ. ഒരു വ്യർത്ഥ ബുദ്ധിയും ഇവിടുന്ന് കേൾക്കാൻ ഇടവരരുത്. നമ്മൾ പുതിയ ഹോളിലാണ് ഇരിക്കുന്ന 2ാം ദിവസം. ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വിവേചിക്കുന്ന ദൂതുകളല്ലാതെ, കുറവിനെ ഉണർത്തുന്നതല്ലാതെ, പണിയപ്പെടുന്നതല്ലാതെ എൻ്റെ മേൽ കോപം കൊണ്ടുവരുന്ന ഒരു ദൂതും എനിക്ക് കേൾക്കണ്ട. അങ്ങനെ ഒരാൾ ശുശ്രൂഷയ്ക്ക് വന്നാൽ ശുശ്രൂഷ ചെയ്യാൻ ഒക്കാതെ വണ്ണം ആ വ്യക്തി അവിടെ ഇരിക്കണം. അതുപോലെയുള്ള ദൈവ സാന്നിധ്യം ഈ ഹോളിൽ നിറയണം. എന്ന് പറഞ്ഞാൽ ടാബർനാക്കിൾ പെൻഡിക്കോസ്റ്റൽ ചർച്ചിൽ ഒരാൾ അംഗത്വം എടുത്താൽ അന്യോന്യം പറയണം, ഇവൻ യേശുവിനെ പോലെ ആകും. നീ വെയിറ്റ് ചെയ്തോ, ഹി വിൽ ബി ലൈക്ക് ക്രൈസ്റ്റ്. വേറെ ഒരു പ്രശസ്തി നമുക്ക് വേണ്ട ഇതിനകത്ത്. ടാബർനാക്കിൾ പെൻഡക്കോസ്റ്റൽ ചർച്ച് വന്നാൽ അവർ നിങ്ങളുടെ കാര്യം എല്ലാം നോക്കിക്കോളും. നോ. ടാബർനാക്കിൾ പെൻഡക്കോസ്റ്റൽ ചർച്ച് വന്നാൽ നല്ല കൂട്ടായ്മ കിട്ടും. നോ. ഈ 2 കാര്യം ഒരു ക്ലബിലും കിട്ടാം. കൂട്ടായ്മ ഒരു ക്ലബിലും കിട്ടാം. ഐക്യത ക്ലബിലും ഉണ്ടാകാം. ക്ലബിലില്ലാത്ത ഒരു കാര്യം ഈ ഹോളിൽ വെളിപ്പെടണമെങ്കിൽ ലൗകികനോട് പറയണം, നീ ലൗകികനാണ് എന്ന് പറയുന്ന അപ്പോസ്തോലന്മാർ ഇതിനകത്ത് നിന്നും ദൈവം എഴുന്നേൽപ്പിക്കണം. അങ്ങനെയുള്ള പ്രവാചകന്മാരെ ഇതിനകത്ത് ദൈവം എഴുന്നേൽപ്പിക്കണം. എന്ന് പറഞ്ഞാൽ അവരന്യഭാഷ ഉയർത്തി പറയുമ്പോഴേ ജനം ഭയത്തോടെ എന്തോ ദൈവം സംസാരിക്കാൻ പോകുക. അങ്ങനെ ഒരു ആത്മ അന്തരീക്ഷം ഈ ഹോളിനകത്ത് ദൈവം നൽകണം. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇവിടെയുള്ള ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും പിശാചിന്റെ കയ്യിലോട്ട് അവരെ എറിഞ്ഞു കൊടുക്കരുത്. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആത്മീകരായി കാണുവാൻ വേണ്ടി അവരുടെ മുമ്പിൽ ആത്മീകനായി ജീവിച്ച് കാണിക്കണം. അവരുടെ മുമ്പിൽ ആത്മീകനായി ജീവിച്ച് കാണിക്കാതെ, ഉയരത്തിലെ ജ്ഞാനത്തോട് അവരോട് സംസാരിക്കാതെ, അവർ തെറ്റിലകപ്പെടുമ്പോൾ സ്നേഹത്തിൽ അവരോട് സത്യം പറയാതെ, മോനെ യു ആർ വെരി സ്മാർട്ട് എന്ന് പറയാതെ, മോനെ ഐ ആം വെരി അൺഹാപ്പി അബൌട്ട് ദ വേ യു ആർ ഗ്രോയിങ് അപ്പ് എന്നവനോട് പറയുന്നില്ല എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തിരുത്തിയാൽ അവരങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു. അതല്ല, അത് പിശാചിന്റെ ആലോചനയാണ്.
നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നത് കാണുമ്പോൾ ഐ ആം നോട്ട് ഹാപ്പി വിത്ത് യുവർ ലൈഫ്, ഡോണ്ട് സേ ദാറ്റ് വേർഡ് അഗെയിൻ എന്ന് പറയാൻ സ്നേഹത്തിൽ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അവനെ എറിഞ്ഞു കൊടുക്കുന്നത് എന്തിലേക്കാണെന്നറിയാമോ? ആ വ്യർത്ഥ വാക്കുകളിലൂടെ ഇവന്റെ മേൽ ദൈവകോപം വരുന്നത് നമ്മൾ സാക്ഷിയാകേണ്ടി വരും. അതിനു മുമ്പേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരുന്ന് പ്രാർത്ഥിച്ചു പറയണം, നമ്മളൊരു ആത്മീക യുദ്ധത്തിലാണ്. നമ്മൾ കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും മാത്രമല്ല ഈ ദേശത്തിൽ വന്നിരിക്കുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നു, പക്ഷെ നമ്മളൊരു ആത്മീക യുദ്ധത്തിലാണ്. നമുക്ക് ശക്തിമാനായ ഒരു എതിരാളി ഉണ്ട്. ദുഷ്ടനാണവൻ, അവൻ്റെ കയ്യിൽ മുഴുവൻ തന്ത്രങ്ങളാണ്. അതിനോട് എതിർത്ത് നിൽപ്പാനായി ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് ബലത്തോടെ മുമ്പോട്ട് ചെല്ലുവാൻ നിങ്ങളിൽ ചിലരെ ഇന്ന് രാത്രി ദൈവം വ്യക്തമായിട്ട് വിളിക്കുകയാണ്. പിശാച് സന്തോഷിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട ദിവസത്തെ ആത്മാവിൻ്റെ നിറവ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, രക്ഷിക്കപ്പെട്ട ദിവസത്തിലെ ആത്മാവിനെ പാകം ചെയ്യുന്ന രീതി നഷ്ടപ്പെട്ടു പോയെങ്കിൽ, വചനധ്യാനം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അത് ദുഷ്ടൻ നമ്മളെ കീഴ്പ്പെടുത്തിയതിൻ്റെ ലക്ഷണമാണ്. നമ്മളെ നോക്കി വൃഥാവാക്കും വ്യർത്ഥബുദ്ധിയും അല്ലാതെ ആലോചനകൾ കേൾക്കുന്നില്ല എങ്കിൽ ചിന്തിക്കണമേ, നിങ്ങളെ തിരുത്തുന്നൊരു ദൂത് ഞാൻ കേട്ടിട്ട് വർഷങ്ങളായി. അങ്ങനെയാണെങ്കിൽ അതിനാ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ, അയക്കണമേ എൻ്റെ വീട്ടിലേക്ക്. എന്നെ അറിയാത്തൊരാളാണെങ്കിലും ഫോൺ എന്നെ എങ്ങനെയും ആ വ്യക്തിയുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഞാൻ പറയാം, വരുന്ന ആഴ്ച തന്നെ നിങ്ങൾക്ക് കോള് വരും. നിങ്ങളെ കണ്ടിട്ടില്ലാത്തവർ നിങ്ങളെ വിളിച്ച് മുഖം നോക്കാതെ, നിങ്ങളുടെ പൗണ്ട് നോക്കാതെ നിങ്ങളോട് ആലോചന പറയും. ഇത് ആരുടെ വീട്ടിലാ ദൈവം അയക്കുന്നതെന്നറിയാമോ? എനിക്ക് വളരണമെന്ന ആഗ്രഹമുള്ള ഒരാളെ ദൈവം വഞ്ചിക്കുന്നവനല്ല. അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ അനുകൂല സാഹചര്യവും, അതിനുള്ള മഴ, അതിനുള്ള വളം ദൈവം നൽകിത്തരും. അങ്ങനെയെങ്കിൽ ടാബർനാക്കിൾ പെന്റക്കോസ്റ്റൽ ചർച്ചിലുള്ള ദൈവമക്കളെ, നിങ്ങൾ എല്ലാവരും വളർന്ന് ക്രിസ്തുവെന്ന തലയോളം ഉയരുവാൻ ഈ ആത്മാവിൻ്റെ പോരാട്ടത്തിൽ, ഈ ആത്മയുദ്ധത്തിൽ കീഴ്പ്പെട്ട് കിടക്കുവാൻ, ജഡീകനായി കിടക്കാനല്ല, വ്യർത്ഥബുദ്ധിയിൽ പിടിക്കുവാനല്ല, ആത്മാവിന്റെ നിയോഗവും ശക്തിയും പ്രാപിച്ച്. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥനയിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ കേൾക്കുന്ന വചനത്തിന്റെ ശക്തി നമ്മളിൽ ഒന്ന് വെളിപ്പെടാൻ വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കണം. വഴിതെറ്റി നടക്കുന്ന ആടുകളെ മടക്കി കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടട്ടെ. തെറ്റിക്കിടക്കുന്ന ഒരു മനുഷ്യന് പോലും രഹസ്യ പാപത്തെ കാണുന്നില്ല. ഒന്നോ രണ്ടോ പേർക്ക് അറിയാം, അവരും തമ്മി പറഞ്ഞു. ഇപ്പൊ ഇതാരോടും പറയണ്ട. ആ വിഷയത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കാണുന്നു. ആരും കാണുന്നില്ല എങ്കിലും രണ്ടു പേർക്കറിയാവുന്ന വിഷയം സ്വർഗത്തിന് നല്ലതായിട്ട് അറിയാം. ഇതിനകത്ത് അങ്ങനെയുള്ള വ്യക്തികൾ ഇരിപ്പുണ്ട്. കേൾക്കണമേ, വ്യർത്ഥബുദ്ധിയിൽ ഒരാലോചന താങ്കളോട് വിളിച്ചു പറയുന്നില്ല. ഇന്ന് വഴികൾ ക്രമപ്പെടുത്തൂ, മാനസാന്തരപ്പെടൂ, കുടുംബം യഥാസ്ഥാനത്താക്കൂ, പണക്കൊതി വിടൂ. നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ദൈവം അയക്കാൻ പോകുകയാണ്. രഥന ഹസ്തനെ റിഖാദല ഹംദല റിയാദല റൈഖദ ഹംദലെ ശിബാരദൽ കൗഡല ധനശ്വര റിയന്തരെ. സഭയുടെ അന്തരീക്ഷത്തിൽ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തെ ദൈവം അയക്കട്ടെ. സത്യത്തിന്റെ ഒരു കവറിംഗ് ഇതിനുണ്ടാകട്ടെ. സത്യത്തിന്റെ ഒരു കവറിംഗ് ഈ സഭയ്ക്കുണ്ടാകട്ടെ. സത്യം കേൾക്കുന്ന ഒരു പുൾപിറ്റ്, ആലോചന കേൾക്കുന്ന ഒരു പുൾപിറ്റ്, ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന പുൾപിറ്റ് അല്ല, ആലോചന കേൾക്കുന്ന, ശബ്ദം കേൾക്കുന്ന, വഴി ഇതാകുന്നു എന്ന് പറയുന്ന ഒരു പുൾപിറ്റ്. പാപബോധം ദൈവം ഈ സമയം, ബ്രദറെ, നിന്റെ ഉള്ളിൽ ദൈവം പാപബോധം തരുന്നു. നീ പ്രയോജനപ്പെടാതെ വണ്ണം കുടുംബമായി നിന്നെ നശിപ്പിച്ച് ദേശത്തിൽ ഒരു പരസ്യ കോലമാക്കി ആത്മാവിന്റെ അനുഭവങ്ങൾ മാറ്റിവെക്കാൻ നിൽക്കുന്ന പിശാചിനോട് ഇന്ന് രാത്രി വിളിച്ചു പറ, നോ, എന്റെ പാപം ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ യഥാസ്ഥാനപ്പെടുന്നു, സത്യം എന്റെ മേൽ വരട്ടെ. സത്യം, സത്യം, സത്യത്തിന്റെ ആത്മാവ്
സത്യത്തിന്റെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ്. കർത്താവേ, ഈ പുൽപിറ്റിൽ സത്യം മുഴങ്ങുവാൻ, ഈ പുൽപിറ്റിൽ വ്യർത്ഥവാക്കല്ല, വൃഥാവാക്കല്ല, സത്യം വരുവാൻ. സത്യമില്ലാത്തൊരു വാള് ഈ ഹോളിനകത്ത് വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അനുവദിക്കരുത്. സത്യമില്ലാത്തൊരാളിന്റെ നാവ് ദൈവം അടപ്പിക്കണമേ. ഇത് സത്യത്തിന്റെ ഒരു സഭയായി, നിത്യതയിലേക്ക് ഒരുക്കുന്ന ഒരു സഭയായി, ആത്മനിറവിന്റെ ഒരു സഭയായി.